എല്ലാവർക്കും നമസ്കാരം. ഇന്ന് IFPHന്റെ തുടർന്ന് വരുന്ന മലയാളം വെബിനാറിന്റെ 2108 ദിവസമാണ്. ഇന്നത്തെ മലയാളം സെഷനിൽ നമുക്ക് അതിഥിയായി എത്തുന്നത് ഡോക്ടർ നജീബ് അഹമ്മദാണ്. അദ്ദേഹത്തിന്റെ ക്ലാസ് കേൾക്കുന്നതിന് വേണ്ടി സൂം പ്ലാറ്റ്ഫോമിൽ എത്തിയിട്ടുള്ള എല്ലാ ബഹുമാന്യരായ ഡോക്ടേഴ്സിനെയും ഹോമിയോപ്പതി സ്നേഹികളെയും സ്റ്റുഡൻസിനെയും സ്നേഹപൂർവ്വം ഇന്നത്തെ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒരു നിമിഷം ഈശ്വര പ്രാർത്ഥന. നന്ദി. ഡോക്ടർ നജീബ് അഹമ്മദ് ഇന്ന് നമുക്ക് എടുക്കുന്ന വിഷയം മുതിർന്നവരിൽ കാണുന്ന ADHDയും ഹോമിയോപ്പതി ചികിത്സയും എന്നുള്ള വിഷയത്തിലാണ് ഡോക്ടർ ഇന്ന് ക്ലാസ് എടുക്കുന്നത്. ഡോക്ടർ അതിന്റെ ഒരു ഭാഗം ഫസ്റ്റ് പാർട്ട് നേരത്തെ എടുത്തിരുന്നു. ഇന്ന് സെക്കൻഡ് പാർട്ടാണ്. നല്ലൊരു ക്ലാസ് പ്രതീക്ഷിച്ചുകൊണ്ട് ഡോക്ടർ ഇന്നത്തെ ക്ലാസ്സിലേക്ക് വളരെ സ്നേഹപൂർവ്വവും ആദരപൂർവ്വവും സ്വാഗതം ചെയ്യുന്നു. നന്ദി ഡോക്ടർ ശൈല, താങ്ക് യു സോ മച്ച്. ഞാനൊന്ന് സ്ലൈഡിലൊന്ന് തുറന്നോട്ടെ. ഡോക്ടർ ശൈല പറഞ്ഞതുപോലെ എൻ്റെ വോയിസ് ക്ലിയർ ആണോ? വോയിസ് ക്ലിയർ ആണ്, മറ്റേ സ്ലൈഡ് ക്ലിയർ ആയില്ലെന്നേ ഉള്ളൂ. സ്ലൈഡ് ഇപ്പം കാണാവോ? കാണുന്നില്ലല്ലോ, എന്തോ കുഴഞ്ഞു മറിഞ്ഞിരിക്കുന്നു. ഓപ്പൺ ആയിട്ടുണ്ട്. ഒരു യെസ്റ്റർഡേ ഇപ്പൊ ക്ലിയർ ആണോ ഡോക്ടറേഷ്? അതിന്റെ ഫസ്റ്റ് പേജ് മാത്രമേ വന്നിട്ടുള്ളേ. ആണോ? അതായത് രണ്ടാമത്തെ പേജ് വന്നോ? ഇല്ല, ഡോക്ടറുടെ ആ മൊത്തം ഉപ്പ യൂസ് അത് മകന്റെ ഇതാ യൂസ് ചെയ്യണത്. അപ്പൊ എനിക്ക് തോന്നുന്നത് ഞാനൊന്ന് റീഷെയർ ചെയ്യാം. സ്റ്റോപ്പ് ചെയ്തിട്ട് റീഷെയർ ചെയ്യാം. ഇപ്പൊ ക്ലിയർ ആണല്ലേ? ADHDയും മറ്റു അനുകരണ വ്യാധികളും കതിരും പതിരും ചെയ്യാം. നമുക്ക് ചൊകഞ്ഞു നോക്കാം. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മള് ADHDയുടെ എൻ്റെ അനുഭവങ്ങളും അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പറഞ്ഞത്. ഇപ്രാവശ്യം നമ്മൾ ഒരു ക്ലിനിക്കൽ പ്രാക്ടീസിൽ ADHD നമ്മുടെ മുമ്പിൽ കൊണ്ടുവരാൻ സാധ്യതയുള്ള കടമ്പകളും പ്രശ്നങ്ങളും ADHDയുടെ മിമിക്കിംഗ് ഡിസീസസ് എന്ന് പറയാവുന്ന ചില കണ്ടീഷൻസും, പ്രത്യേകിച്ച് ADHDയുടെ അനുകരണ വ്യാധികൾ ഒരു ലിസ്റ്റോളം 12ഓളം ഉണ്ട്. അതിലൊരു 3-4 കേസസ് നമ്മൾ എടുത്തിട്ട് നമ്മുടെ ക്ലിനിക്കൽ പ്രാക്ടീസിൽ എങ്ങനെ ഇത് നമുക്ക് പ്രതിസന്ധി ഉണ്ടാക്കാം, എങ്ങനെ നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാം എന്നുള്ള ഒരു കാര്യമാണ് നമ്മൾ അന്വേഷിക്കാൻ പോകുന്നത്. നിങ്ങൾ ഈ ചിത്രം കണ്ടല്ലോ. ചാർലി ചാപ്ലിന് നമ്മൾ ഈ കതിരും പതിരും ചെയ്യുന്നിടത്ത് എന്താണ് റോള് എന്ന് നിങ്ങൾ ചിന്തിച്ചേക്കാം. ഇത് ഒരു 100 വർഷം മുമ്പ് ന്യൂയോർക്കിൽ നടന്നൊരു മത്സരമാണ്. ചാർലി ചാപ്ലിനെ അനുകരിക്കാൻ വേണ്ടി നടത്തിയ മത്സരത്തിൽ അതിനെക്കുറിച്ച് കേട്ടിട്ട് ചാപ്ലിൻ സ്വന്തം തന്നെ തീരുമാനിച്ചു, ഞാനും കൂടി പോയി മത്സരിച്ചാലോ. അങ്ങനെ ചാപ്ലിൻ മത്സരിക്കാൻ പോകുന്നു. ചാപ്ലിൻ അവിടെ എത്തിയപ്പോൾ ചാപ്ലിനെ ആർക്കും തിരിച്ചറിയാൻ പറ്റുന്നില്ല. കാരണം 100 കണക്കിന് ചാപ്ലിന്മാർ അവിടെ നിൽക്കുക, എല്ലാവരും ഒരുപോലെ. ഒറിജിനൽ ചാപ്ലിൻ ഏത്, ഡ്യൂപ്ലിക്കേറ്റ് ആണോ, ഇയാൾ ആരാണ് എന്ന് മനസ്സിലാവാത്ത രീതിയിൽ. എന്ന് മാത്രമല്ല, ജഡ്ജസിന് പോലും മനസ്സിലായില്ല. അവസാനം മത്സരം നടന്നു, വിധി വന്നപ്പോൾ സാക്ഷാൽ ചാപ്ലിൻ 3ാം സ്ഥാനം കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു. ഒറിജിനലിനെ വെല്ലുന്ന ഡ്യൂപ്ലിറ്റുകൾ 1ഉം 2ഉം സ്ഥാനങ്ങൾ കൈയടക്കി എന്നാണ്. വേറൊരു റിപ്പോർട്ടിൽ ചാപ്ലിന് 1ാം റൗണ്ട് പോലും കടക്കാൻ പറ്റിയില്ല എന്നുള്ള റിപ്പോർട്ടുമുണ്ട്. നമ്മുടെ ക്ലിനിക്കിൽ വരുന്ന വലിയൊരു പ്രശ്നമാണല്ലോ ക്ലിനിക്കൽ ഡിഫറൻസിയേഷൻ ആൻഡ് ഡയഗ്നോസിസ്. ഒരാളുടെ പോലെ 7ഓളം അപരന്മാർ ലോകത്തുണ്ട് എന്നുള്ള ഒരു വിശ്വാസമുണ്ട്. അതിന് വലിയ ശാസ്ത്രീയ സാധുതയൊന്നും ഇല്ലെങ്കിലും ഒരുപാട് ആളുകൾ അങ്ങനെ വിശ്വസിക്കാൻ താല്പര്യപ്പെടുന്നു. അപ്പോൾ നമ്മുടെ ക്ലിനിക്കൽ വേൾഡിലേക്ക് വരുമ്പോൾ ഒരു രോഗത്തിന് ഒരുപാട് അപരന്മാരുണ്ട്. ഉദാഹരണത്തിന് നമുക്ക് റൈറ്റ് ഇലിയാക് ഫോസയിൽ വേദന വന്നാൽ, അല്ലെങ്കിൽ റൈറ്റ് ഫ്ലാങ്ക് വേദന വന്നാൽ 18ഓളം ഡിഫറൻഷ്യൽ ഡയഗ്നോസിസുകളാണ്. അപ്പോൾ അവിടെ നെല്ലേത് പതിരേത്, ഒറിജിനൽ ആര് ഡ്യൂപ്ലിക്കേറ്റ് ആരാണെന്ന് തിരിച്ചറിയാനുള്ള വലിയ ചാലഞ്ച് നമ്മുടെ മുമ്പിൽ വരാറുണ്ട്. അതേസമയത്ത് നമ്മുടെ ഹോമിയോപിക് ഡ്രഗ് സെലക്ഷൻ ആണെങ്കിൽ, നമ്മൾ നേരത്തെ ചാപ്ലിൻ്റെ കാര്യം പറഞ്ഞതുപോലെ, രോഗി ഓരോ സിംറ്റംസും പറയുമ്പോഴും ഒരു 10-15 റെമഡീസ് നമ്മുടെ മുമ്പിലേക്ക് ചാടിക്കേറി വരും.
അവിടെയും ഡിഫറൻസിയേഷൻ വലിയ ചാലഞ്ചാണ്. അപ്പോൾ നമ്മുടെ മുമ്പിൽ ഇന്ന് ADHD ആണ് താരം. ADHD നമ്മുടെ മുമ്പിൽ കൊണ്ടുവരുന്ന ഡിഫറൻഷ്യൽ ഡയഗ്നോസിസ് ഡയലമ എന്താണെന്ന് മനസ്സിലാക്കാനും എങ്ങനെ നമുക്ക് അതിൻ്റെ നെല്ലും പതിരും തിരിച്ചറിയാമെന്നുള്ളതാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട വിഷയം. ഒരു 12ഓളം ഡിഫറൻഷ്യൽ ഡയഗ്നോസിസ് ഞാൻ പ്രത്യേകിച്ച് കോമൺ ആയിട്ടുള്ള 9 ഡിഫറൻഷ്യൽ ഡയഗ്നോസിസ്, അതിൽ 3 ഞാൻ എടുക്കുകയാണ് ADHDയുടെ. ഹാഷിമോട്ടോ തൈറോയിഡൈറ്റിസ്, സെൻസറി പ്രോസസ്സിംഗ് ഡിസോർഡേഴ്സ്, മറ്റേത് റെസ്പിറേറ്ററി ഡിസോർഡേഴ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പർ എയർവേ ഡിസോർഡർ അല്ലെങ്കിൽ സ്ലീപ്പ് ആപ്നിയ ഡിസോർഡർ പോലുള്ള കാര്യങ്ങളാണ്. അതിൽ പിന്നെ OSS സ്ലീപ്പ് ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് ആപ്നിയ വളരെ കോമൺ ആയിട്ടുള്ള സംഭവമാണ്. സോ ADHD യുടെ കാര്യം പറയുമ്പോൾ അതൊരു ഡിസ്ട്രാക്ഷൻ എന്നതിലപ്പുറത്ത്, അതായത് നമ്മൾക്കറിയാം ADHD പ്രധാനപ്പെട്ട വിഷയം ഡിസ്ട്രാക്ഷനാണ്. എന്നാൽ ഡിസ്ട്രാക്ഷൻ ഓഫ് ദ പേഷ്യൻ്റ് ഉള്ള ആളുകൾ അല്ലെങ്കിൽ അത്തരം പേഷ്യൻസിന് പലപ്പോഴും അയാളുടെ വിഷയം ചിലപ്പോൾ തൈറോയിഡിൻ്റെ സഹായത്തിന് വേണ്ടിയുള്ള നിലവിളിയാവാം, അല്ലെങ്കിൽ ഓക്സിജൻ കിട്ടാതെ പട്ടിണിയെടുക്കുന്ന ഒരു ബ്രെയിനിൻ്റെ തലച്ചോറിൻ്റെ രോദനം വേദനയാവാം. ഇതൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ പക്ഷെ നമ്മുടെ മുമ്പിൽ നമ്മൾ വരുന്നത് ഒരു ADHD ലൈക്ക് സിംറ്റംസ് ആയിട്ടാണ് ഒരു പേഷ്യൻ്റ് വരുന്നത്. പക്ഷേ നമ്മൾ പലപ്പോഴും ചിന്തിക്കേണ്ടത്, നമ്മുടെ മുമ്പിൽ ഓരോ ക്ലിനിക്കൽ പേഷ്യൻസ് വരുമ്പോഴും നമ്മൾ ഒരു രോഗിയെ നമ്മുടെ പ്രിസ്ക്രിപ്ഷൻ പാഡ് എടുത്ത് ചാടിക്കേറി ഇത് ADHD ആണ് എന്ന് മുദ്ര കുത്തുന്നതിന് പകരം അല്ലെങ്കിൽ പ്രിസ്ക്രൈബ് ചെയ്യുന്നതിന് പകരം, ഡയഗ്നോസ് ചെയ്യുന്നതിന് പകരം നമ്മൾ 3-4 ഏരിയ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മൾ നമ്മോട് തന്നെ സ്വയം ചോദിക്കേണ്ടതുണ്ട്. അതിലൊന്ന്, ഇത് ശരിക്കും ഇത് ADHD തന്നെയാണോ? ഒരു ട്രൂ ADHD ആണോ? അല്ലാത്ത എന്തെങ്കിലും സാധ്യതകളുണ്ടോ? അല്ലെങ്കിൽ ഈ ADHD ആണെങ്കിൽ അത് മറ്റേതെങ്കിലും കണ്ടീഷൻ അതിൽ കലർന്നിട്ടുണ്ടോ? കോമോർബിഡ് കണ്ടീഷൻസ് നമ്മൾ പറയില്ലേ, അത് കാരണം ഈ ADHD സിംറ്റംസ് ആവശ്യത്തിലധികം ട്രിഗർ അല്ലെങ്കിൽ അഗ്രവേറ്റ് ചെയ്തിട്ടുണ്ടോ? അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രോഗത്തിൻ്റെ സിക്യുലയായിട്ട് ട്രിഗേർഡ് ആയിട്ട് ADHD വന്നതാണോ? ഇങ്ങനെയൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ മാത്രമേ നമ്മൾക്ക് ഡോപ്പാമൈനിന് പകരം ഓക്സിജൻ കൊടുക്കേണ്ടടുത്ത് ഓക്സിജൻ കൊടുക്കാനും തൈറോയിഡ് സപ്പോർട്ട് ചെയ്യേണ്ടത് തൈറോയിഡ് ഹോർമോൺ സപ്പോർട്ട് ചെയ്യാൻ നമുക്ക് പറ്റുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ തെറ്റായ സ്ഥലത്ത് പോലും ഡോപ്പാമൈനും എപ്പിനെഫ്രിനും കൊടുത്തിട്ട് ചിലപ്പോൾ നമ്മൾ തെറ്റായ, അതായത് നമ്മൾ പൾസാറ്റിലൊക്കെ കൊടുക്കേണ്ടടുത്ത് ലൈക്കോപോഡിയം കൊടുത്താൽ നടക്കില്ലല്ലോ. സോ വി നീഡ് ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് ദാറ്റ്. അപ്പോൾ എന്താണ് എന്ന് മനസ്സിലാക്കുന്ന 3 പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് ഇതിൽ വരുന്നത്. ഒന്ന് മിമിക്രിയാണ്, അതായത് ADHD പോലെ തന്നെ പൂർണ്ണമായും ചിത്രങ്ങളുള്ള വലിയൊരളവോളം ADHD ആണെന്ന് ആർക്കും തെറ്റിദ്ധരിക്കാവുന്ന കണ്ടീഷൻസിൽപ്പെട്ട കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. അതിലൊന്നാണ് ഈ ഹാഷിമോട്ടോ, നേരത്തെ പറഞ്ഞതുപോലെ മറ്റു ചില കണ്ടീഷൻസ് ഉണ്ട്. അതിലൊന്ന് നമ്മുടെ റെസ്പിറേറ്ററി ഡിസ്ട്രസ് പോലുള്ള കണ്ടീഷൻസ് ആണ്, അതായത് OSA നമ്മൾ പറയാറില്ല, ഒബ്സ്ട്രക്റ്റീവ് റെസ്പിറേറ്ററി ഡിസോർഡേഴ്സ് പോലുള്ള കണ്ടീഷൻസ്. അപ്പോൾ ഇവിടെ നമുക്ക് അതിൻ്റെ ഇമ്പാക്റ്റും ADHDയുടെ ക്ലിനിക്കൽ പ്രസൻറ്റേഷൻ തമ്മിലുള്ള കോറിലേഷനും കാരണം പലപ്പോഴും നമ്മൾക്ക് തെറ്റിദ്ധാരണ ഉണ്ടായേക്കാം. രണ്ടാമത്തേത് കോമോബിഡിറ്റിയാണ്. ഒന്ന് വരുമ്പോൾ കൂടെ മറ്റേത് ബോണസായിട്ട് കിട്ടുന്നു. അതായത് ഇടിവെട്ടിയവനെ പാമ്പ് കടിച്ചു എന്നൊക്കെ പറയുന്ന പോലെ ADHD ഉള്ളവന് പലപ്പോഴും ഹാഷിമോട്ടോസ് ഉണ്ടാവാം. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് ഒന്നിച്ച് വരാം, കോമോബിഡായിട്ട് വരാം. മൂന്നാമത്തേത് എക്സാസെബേഷൻ ആണ്. അവിടെ നമ്മൾ ഒരു കണ്ടീഷൻ കൃത്യമായി ചികിത്സിച്ചിട്ടില്ലെങ്കിൽ മറ്റൊരു കണ്ടീഷൻ്റെ വിത്തോ വേറോ അവിടെ ഉണ്ടെങ്കിൽ ആദ്യത്തെ കണ്ടീഷൻ രണ്ടാമത്തെ ഇതിനെ എക്സാസബേറ്റ് ചെയ്യാം അല്ലെങ്കിൽ ട്രിഗർ ചെയ്യാം. ഉദാഹരണത്തിന് നമ്മുടെ സ്ലീപ്പ് പ്രോപ്പർ അല്ലെങ്കിൽ സ്ലീപ്പിനെ ബാധിക്കുന്ന ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് അപ്നിയ പോലുള്ള ഗുരുതരമായ സ്ലീപ്പ് ഡിസോർഡേഴ്സ് ഉണ്ടെങ്കിൽ, OSA എന്നൊക്കെ പറഞ്ഞാൽ അഡ്വാൻസ്ഡ് സ്ലീപ്പ് ഡിസോർഡർ ആണ്, അത്തരം കാര്യങ്ങളുണ്ടെങ്കിൽ അത് ADHDയെ കൂടുതൽ അതിൻ്റെതായ OSA അതിൻ്റെതായ സിംറ്റംസ് പത്തോളജി കൊണ്ടുവരുന്നത് കൂടാതെ ADHD പോലുള്ള കണ്ടീഷൻസിന് അത് കൂടുതൽ മൂർച്ഛിപ്പിക്കുന്നു അല്ലെങ്കിൽ കൂടുതൽ ഗുരുതരമാക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ ADHDയുടെ അപരന്മാരെ കുറിച്ച് പറഞ്ഞല്ലോ, അതിൽ ആദ്യത്തെ അപരൻ നമ്പർ 1 നമ്മൾ ഹാഷിമോട്ടോ തൈറോയിഡ്സ് തന്നെയാണ്. വളരെ പോപ്പുലർ, വളരെ കോമൺ ആണ് ഹാഷിമോട്ടോ തൈറോയിഡ്. ADHDയും വളരെ കോമൺ ആണ്. പക്ഷെ നമ്മൾക്ക് ഇപ്പോഴും അറിയില്ല ഇത് കോമൺ ആണോ, ഹാഷിമോട്ടോ എത്രത്തോളം കോമൺ ആണ്. കാരണം ഹാഷിമോട്ടോയൊക്കെ
അതിൻ്റെ ഒരു ടിപ്പ് ഓഫ് ദ ഐസ്ബർഗ് മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ. പലപ്പോഴും ഹാഷിമോട്ടോസായി ജീവിച്ച് ഹാഷിമോട്ടോ കൊണ്ട് മരിച്ചു പോകുന്ന ആളുകളുടെ വലിയൊരു സമൂഹത്തിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. കാരണം ഇത്തരം കാര്യങ്ങൾ ഒരു തരം എന്താ പറയുക, ചെറിയ ഡിസ്കംഫേർട്ടോ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ആളുകൾ കൊണ്ടു നടക്കുകയും ജീവിക്കുകയും മരിച്ചു പോകുന്നുള്ളതാണ്. അതിൻ്റെ ഇപ്പോൾ പലപ്പോഴും ക്ലാസിക്കൽ ഡയഗ്നോസിസിൽ ഇത് പെട്ടെന്ന് കിട്ടുകയില്ല. കാരണം T3, T4, TSH ഒക്കെ പലപ്പോഴും നോർമലായിരിക്കും. അവിടെ തൈറോയിഡ് ആൻറ്റിബോഡീസ് ഒക്കെ ചെക്ക് ചെയ്താൽ മാത്രം കൃത്യമായിട്ട്, അതും ആൻറ്റിബോഡീസ് തന്നെ പലതരത്തിലുള്ള ആൻറ്റിബോഡീസ് ഉണ്ട്, അതിൻ്റെ പ്രൊഫൈൽ ചെക്ക് ചെയ്താൽ ഇത് മനസ്സിലാവുള്ളൂ. അതുകൊണ്ട് തന്നെ പലപ്പോഴും അണ്ടർ ഡയഗ്നോസ്ഡ് ആയിട്ടുള്ള 2 കണ്ടീഷൻസിലൊന്നാണ് ഈ പറയുന്ന ADHDയും ഹാഷിമോട്ടോ തൈറോയിഡൈറ്റിസും. ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസാണ്, തൈറോയിഡൈറ്റിസ് ആണ്. ഇതിന് നമുക്ക് ഇരട്ട സഹോദരന്മാർ, ബ്രെയിൻ ഫോഗിൻ്റെ ഇരട്ട സഹോദരന്മാർ, ട്വിൻസ് ആണ്. ഇത് രണ്ടിൻ്റെയും പ്രധാനപ്പെട്ട ഒരു പ്രസൻറ്റേഷൻ ബ്രെയിൻ ഫോഗാണ്. തലയ്ക്കകത്തൊരു തരം മന്ദിപ്പ് അല്ലെങ്കിൽ ഒരു മൂടൽ മഞ്ഞ് പോലുള്ള അവസ്ഥ, ചിന്തയുടെ ക്ലാരിറ്റിയുടെ പ്രശ്നം, ഫോക്കസിൻ്റെയും ഏകാഗ്രതയൊക്കെ വിഷയം, പലപ്പോഴും അതുകൊണ്ട് തന്നെ മറവി ഉണ്ടാകുന്നു, ഫോഗറ്റ്ഫുൾനെസ് ഉണ്ടാകുന്നു, മൈൻഡിനൊരു എന്താ പറയുക ഫറ്റീഗ് അല്ലെങ്കിൽ ക്ഷീണം സംഭവിക്കുന്നു, ഒരുപാട് മെൻ്റൽ എക്സേർഷൻ ചെയ്യാനുള്ള കാര്യങ്ങൾ വിമുഖത ഉണ്ടാകുന്നു. കൂടാതെ അതുകൊണ്ട് തന്നെ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാതെ, പ്രത്യേകിച്ച് മെൻ്റൽ എഫേർട്ട് ആവശ്യമുള്ള ടാസ്കുകൾ പലപ്പോഴും കംപ്ലീറ്റ് ചെയ്യാതെ നീട്ടി വെക്കുന്നു. അതുകൊണ്ട് തന്നെ പലപ്പോഴും പ്രൊഡക്ടിവിറ്റിയെ അത് ബാധിക്കുന്നു. ഇതൊക്കെയാണ് ഇത് രണ്ടിലും കാണുന്നതാണ്. രണ്ടിലും ഈ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്താണ് ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നെല്ലും പതിരും തിരിച്ചറിയൽ എങ്ങനെയാണ്? എന്താണ് ADHDയിൽ പ്രധാനപ്പെട്ട വിഷയം ഡൊപ്പൈമിൻ എപ്പിനെഫ്രിൻ ഡിസ്റെഗുലേഷനാണ്. ഇതിൻ്റെ രണ്ടിൻ്റെയും ബാലൻസിലുള്ള ഡിസ്റെഗുലേഷൻ, അതിൻ്റെ പ്രധാനപ്പെട്ട ചില നിയന്ത്രണങ്ങൾ, പ്രത്യേകിച്ച് ഫ്രോണ്ടൽ മുതൽ ബേസിൽ വരെയുള്ള ബ്രെയിൻ ഏരിയയിൽ ഉണ്ടാകുന്ന ഡാമേജുകളും പ്രശ്നങ്ങളൊക്കെയാണ് അതിലുള്ളത്. ഇതൊരു ന്യൂറോ ഡെവലപ്മെൻറ്റൽ കണ്ടീഷനാണ്. തലച്ചോറിൻ്റെ ചില ഏരിയ വളരെ വലിയ രീതിയിലുള്ള ഡെവലപ്മെൻറ്റൽ ചാലഞ്ചസ് അവിടെ ഉണ്ടാകുന്നു. അവർക്ക് അത് കൂടാതെ ഇതിനെ സഹായിക്കുന്ന രീതിയിലുള്ള ജീനോമിക് പ്രോബ്ലംസ് ഉണ്ട്. ഇതൊരു ജനറ്റിക് ഡിസീസ് കൂടിയാണ്. അവിടെ തന്നെ ജനറ്റിക് ഡിസീസ് ആയിരിക്കുമ്പോൾ തന്നെ അതിൻ്റെ ഫീനോടൈപ്പിക് എക്സ്പ്രഷൻ എന്ന രീതിയിലുള്ള ഹാർഡ്വെയർ പ്രോബ്ലംസ്, തലച്ചോറിൻ്റെ ഹാർഡ്വെയർ പ്രോബ്ലംസ് മിക്കവാറും എല്ലാ ADHD പേഷ്യൻസിലും ഉണ്ടാകും. അതൊരു പ്രധാനപ്പെട്ട ഒരു ഡയഗ്നോസ്റ്റിക് ക്രൈറ്റീരിയയാണ്. 2, ADHD ഒരിക്കലും ഒരു 10-20 വയസ്സിന് ശേഷവും തുടങ്ങില്ല. ഒരു 12 വയസ്സിന് മുമ്പ് തന്നെ അതിൻ്റെ ചരിത്രം ഉണ്ടാവും. അതിനു മുമ്പ് തന്നെ പലപ്പോഴും ADHDയുടെ അറ്റൻഷൻ പ്രോബ്ലംസോ അല്ലെങ്കിൽ ഹൈപ്പർ ആക്റ്റീവ് പ്രോബ്ലംസോ നേരത്തെ തന്നെ കണ്ടെത്തിയിട്ടുണ്ടാകും. അതിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ ആയിട്ടാണ് അഡൽട്ട് ADHD വരുന്നത്. അതുപോലെ ഇത് ലൈഫ് ലോങ് പാറ്റേൺ കാണാം. ഈ ADHD കുറേ വർഷങ്ങളില്ല വീണ്ടും വന്നു അങ്ങനെയൊന്നുമല്ല. ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ആൾമോസ്റ്റ് പെർസിസ്റ്റൻറ്റ് കണ്ടീഷൻ. മൂന്നാമത്തത്, ഇത് ബാധിക്കുന്നത് എക്സിക്യൂട്ടീവ് ഫങ്ഷനെയാണ്, അൺലൈക്ക് ഹാഷിമോട്ടോയിലാണെങ്കിൽ ഒരു ന്യൂറോ ഡെവലപ്മെൻറ്റൽ ഡിസോർഡർ അല്ല, ഓട്ടോ ഇമ്മ്യൂണിറ്റിയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഹോർമോണൽ ആക്സിസുമായി ബന്ധപ്പെട്ട വിഷയമാണ്. എൻഡോക്രൈൻ ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡറാണ് പ്രധാനമായിട്ടും. അത് ഏത് പ്രായത്തിലും വരാം. കൂടാതെ അത് പലപ്പോഴും അതൊരു അക്വയർഡ്, കാരണം പലപ്പോഴും നമ്മുടെ ഗട്ട് ഡിസ്ബയോസിസ്, വയറ്റിനകത്തിൽ നേരത്തെ ഗട്ടിനെ കുറിച്ചും അതിൻ്റെ പ്രശ്നത്തെക്കുറിച്ച് തൊട്ട് മുമ്പത്തെ പ്രസൻറ്റേഷനിൽ പറയുകയുണ്ടായി, ഗട്ട് ബ്രെയിൻ ആക്സിസിനെ കുറിച്ച്. ഗട്ട് ഡിസ്ബയോസിസ് ക്യാൻ ബി വൺ ഓഫ് ദ സ്ട്രോങ്കസ്റ്റ് റീസൺ. അല്ലെങ്കിൽ ടോക്സിസിറ്റി, പലതരം ടോക്സിക് എക്സ്പോഷർ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസ് ഉണ്ടാക്കാം. അപ്പോൾ അതുപോലെ ഉള്ള കാര്യങ്ങളാണ്, അത് അക്വയർഡ് ആണ്. ഇതൊക്കെ നമ്മുടെ കയ്യിലിരിപ്പ് കൊണ്ടോ നമ്മുടേതായ ഇതുകൊണ്ടുണ്ടാവുന്നതാണ്. അപ്പോൾ അതേസമയത്ത് ADHD പലപ്പോഴും ജീനോമിക് ഇതാണ്, അല്ലെങ്കിൽ പല രീതിയിലുള്ള ജനറ്റിക് റീസൺസും, ഒരു നമ്പർ ഓഫ് ജീനോമിക് എന്താ പറയുക എലമെൻറ്റ്സ് അതിലടങ്ങിയിട്ടുണ്ട്. 1-2 അല്ല, ഒരുപാട് ജനറ്റിക് പാറ്റേൺ. അതുകൊണ്ട് തന്നെ ADHDയുടെ ക്ലിനിക്കൽ പാറ്റേൺ, അതുപോലെ തന്നെ ഒരുപാട് ഫീനോടൈപ്പിക് വേരിയേഷൻസ് അതിലുണ്ടാവും. പലതരത്തിലുള്ള ക്ലിനിക്കൽ പ്രസൻറ്റേഷൻസ് ഉണ്ടാവും. ഇവിടെ സ്വാഭാവികമായിട്ടും ഇത് നമ്മുടെ ഹാഷിമോട്ടോ തൈറോയിഡൈറ്റിസ് അക്വയർഡ് കണ്ടീഷനാണ്. അതുപോലെ തന്നെ മെറ്റബോളിക് സ്ലോയിങ് ആണ് ഇതിൻ്റെ എക്സാക്ട് റിസൾട്ട്. ഒരു ക്ലിനിക്കൽ കേസിൽ ഒരു രോഗിയെ നേരിടുന്ന ഏറ്റവും വലിയ ചാലഞ്ച് സ്ലോ മെറ്റബോളിസം, അതുപോലെ അതുമായി ബന്ധപ്പെട്ട ബോഡിലി ചേഞ്ചസ്, ഹീറ്റ് ഇൻടോളറൻസ്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ ട്രെംബ്ലിങ്,
അങ്ങനെ പല കാര്യങ്ങളുണ്ട്. തൈറോയിഡുമായി ബന്ധപ്പെടുമ്പോൾ ഒരുപാട് ബോഡിലി സിംറ്റംസ് അവിടെ ഉണ്ടാവും. എക്സിക്യൂട്ടീവ് ഫംഗ്ഷൻ പോലെ ബ്രെയിനിനെ അല്ലെങ്കിൽ പെർഫോമൻസിനെ ബാധിക്കുന്ന കാര്യങ്ങൾ മാത്രമല്ല, മെറ്റബോളിക് ചാലഞ്ച് യഥാർത്ഥത്തിൽ ഹാഷിമോട്ടോസിനുണ്ട് എന്നുള്ളതാണ്. ഇനി നമ്മൾ ക്ലിനിക്കലി നമ്മൾ നോക്കുമ്പോൾ എങ്ങനെയാണ്, ചെറുപ്പം മുതലേ ഉണ്ടാവുമെന്ന് പറഞ്ഞു. നമ്മൾ പലപ്പോഴും ഇത്തരം ഇത് വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കുക, കെയർലെസ്നെസ്, ഡിസ്ട്രാക്റ്റബിലിറ്റി, ഡേ ഡ്രീമിങ്, ഇത് ടിപ്പിക്കലി നമ്മുടെ കുട്ടികളിലൊക്കെ കാണുന്ന വലിയൊരു ഒരിതാണ്. നമ്മളിപ്പോൾ മുമ്പ് അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതെങ്ങനെ ഈ സ്റ്റിഗ്മ, ഈ സ്റ്റാമ്പ് കുട്ടികളെ ബാധിക്കുന്നു, എങ്ങനെ നമ്മൾ ഇത്തരം കാര്യങ്ങളിൽ നമ്മൾക്ക് ഡയഗ്നോസിസ് നഷ്ടപ്പെടുന്നു, അതുകൊണ്ട് കുട്ടികൾ പിറകിലെ ബെഞ്ചിലേക്ക് തള്ളപ്പെടുന്നു ഒക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറയുകയുണ്ടായി. ഇവരുടെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പലപ്പോഴും സാധനങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. പലതും വെച്ച് മറക്കുക പോലുള്ള കാര്യങ്ങൾ വളരെ ഫ്രീക്വൻ്റ് ആയിട്ട്, അത് ചെറിയ കുട്ടികളായാലും വലുതായാലും വളരെ വലുതായാലും സാധനങ്ങൾ വെച്ച് മറക്കുക പോലുള്ള കണ്ടീഷൻസ്, സംഭവങ്ങൾ വലിയൊരു ചാലഞ്ച് ആയിരിക്കും. ക്രോണിക് ഡിസോർഗനൈസേഷൻ, റെഗുലർലി ഡിസോർഗനൈസ്ഡ് ആയി, റെഗുലർലി ഇറഗുലർ ആയിരിക്കും. പലപ്പോഴും ഇത്തരം കാര്യങ്ങളിൽ മറ്റ് ചില കണ്ടീഷൻസിൽ ഉഴപ്പുകളൊക്കെ ഉണ്ടാവാം. ഒരു പീരിയോഡിക് ഉഴപ്പ് അല്ലെങ്കിൽ ഒരു എപ്പിസോഡിക് ഉഴപ്പായിരിക്കും. പക്ഷെ ഇവരുടെ കേസിൽ ഇത് ഒരു കൺസിസ്റ്റൻ്റ്ലി യു വിൽ സീ ദിസ് ഡിസോർഗനൈസേഷൻ. ഒരു ക്ലാരിറ്റി ഇല്ലായ്മ, ഒരു കൃത്യതയില്ലായ്മ, ഒരു ഫോക്കസ് ഇല്ലായ്മയൊക്കെ വലിയ തോതിൽ ആദ്യാവസാനം വരെ അവരുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ പറ്റും. അതേപോലെ തന്നെ ചില വിഷയങ്ങളിൽ അതിശക്തമായ ഹൈപ്പർ ഫോക്കസ്, നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ്, പക്ഷെ പ്രസക്തമായതുകൊണ്ട് ഒന്നുകൂടി പറയുകയാണ്. അതുപോലെ നോവൽറ്റി സീക്കിംഗ്, എപ്പോഴും പുതുമയിലേക്ക്, പുതിയ ചാലഞ്ചുകളിലേക്ക്. ഈ പറയുന്ന ബ്രെയിനിന് പല ചാലഞ്ചസ് ഉണ്ടെങ്കിലും പലപ്പോഴും റിസ്ക് എടുക്കാനും ചാലഞ്ച് എടുക്കാനും നോവൽറ്റി സീക്ക് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി വളരെ കൂടുതലാണ് ADHD-യിൽ. എന്നാൽ ഹാഷിമോട്ടോയിൽ നേരെ തിരിച്ചാണ് ഇക്കാര്യത്തിലൊക്കെ. ഫറ്റീഗ് ഉണ്ട്, വെയിറ്റ് ഗെയിൻ ഉണ്ട്, കോൾഡ് ഇൻടോളറൻസ് ഉണ്ട്, ഹെയർ ലോസ് ഉണ്ട്, കോൺസ്റ്റിപ്പേഷൻ ഉണ്ട്, ഡ്രൈ സ്കിൻ ഉണ്ട്, പഫി ഫേസ് ഉണ്ട്, മെൻസ്ട്രൽ ചേഞ്ചസ് ഉണ്ട്, ബ്രെയിൻ ഫോഗ് രണ്ടിലും ഉണ്ട്. അതേസമയത്ത് എക്സിക്യൂട്ടീവ് ഡിസ്ഫങ്ഷൻ പോലുള്ള പ്രശ്നങ്ങളൊന്നും ഒരിക്കലും എത്ര തന്നെ ഹാഷിമോട്ടോ ആയാലും ഇതുമായി ബന്ധപ്പെട്ട ബ്രെയിൻ ഫോഗ് ഉണ്ടെങ്കിലും അതൊരു പെർഫോമൻസിനെ പലപ്പോഴും ബാധിക്കാറില്ല എന്നുള്ളതാണ്. അതേസമയത്ത് പലപ്പോഴും ADHD-യുള്ള ഒരാൾക്ക് ഹാഷിമോട്ടോ കോമോർബിഡായിട്ട് വരാം. അപ്പോൾ അയാൾക്ക് ഈ പറയുന്ന ചില കണ്ടീഷൻസ് അവിടെയും ഉണ്ടാവാം. ലൈക്ക് ഫറ്റീഗ്നെസ് ഉണ്ടാവാം, കോൾഡ് ഇൻടോളറൻസ് ഉണ്ടാവാം, ഹെയർ ലോസ്, കോൺസ്റ്റിപ്പേഷൻ, അങ്ങനെയൊക്കെ വരാം. അപ്പോൾ ഒരു സമയത്ത് തന്നെ 2 കണ്ടീഷൻ ഉണ്ടായേക്കാം. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഇതിൻ്റെ തോട്ട് പ്രോസസ്സ്? ADHD-യുടെ ബ്രെയിൻ പറയും, ബ്രെയിൻ ഈസ് ലൈക്ക് എങ്ങനെയാ, ഒരു കമ്പ്യൂട്ടറിൽ നമ്മൾ ഒരുപാട് ടാബ് തുറന്നു വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ്, അത് തുറന്നു ഇത് തുറന്നു, അതുപോലെ നമ്മൾ ഒരു യൂട്യൂബ് തുറന്നു കഴിഞ്ഞാൽ പലതരം വീഡിയോസ് നമ്മുടെ മുമ്പിലേക്ക് ഇങ്ങനെ വരും. അത് നോക്കണോ, ഇത് നോക്കണോ, 2 സെക്കൻഡ് ഇത് നോക്കി, പിന്നെ അത് നോക്കി. ഇതാണ് ADHD ബ്രെയിനിൻ്റെ ഒരു ടിപ്പിക്കൽ പിക്ചർ. അതേസമയത്ത് ഹാഷിമോട്ടോൻ്റെ കാര്യം ചാർജിങ്ങിൻ്റെ ആണ്. ലോ പവർ ബാറ്ററിയിലാണ് ഹാഷിമോട്ടോ ബ്രെയിൻ വർക്ക് ചെയ്യുക. അപ്പോൾ അതാണ് വലിയ വ്യത്യാസം. ഒന്നിൻ്റെതാണെങ്കിൽ ഹൈപ്പർ ആക്ടിവിറ്റിയാണ്, ഒരുപാട് ആക്ടിവിറ്റീസ് അവിടെ നടക്കുന്നു. മറ്റേതിലാണെങ്കിൽ ചാർജ് ഇല്ലായ്മയാണ് പ്രശ്നം. ഒരു ഭാഗത്ത് ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നതുകൊണ്ട് ഉള്ള ഒരു ഡിസ്ഫങ്ഷന്, മന്ദിപ്പുണ്ട്. മറുഭാഗത്ത് ചാർജ് ഇല്ലാത്ത മന്ദിപ്പാണ്. ഇവിടെ ഹാങ് ആവുന്നു, ഇവിടെ ചാർജ് ഇല്ലാതിരിക്കുന്നു. അപ്പോൾ ADHD-യുടെ കാര്യത്തിൽ ഡയഗ്നോസിസിന് DSM-5 ക്രൈറ്റീരിയയാണ്. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട 11ഓളം സിംറ്റംസിൽ 6 മേജർ ക്രൈറ്റീരിയ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ ഇൻ ഹൈപ്പർ ആക്ടിവിറ്റി. അതേപോലെ അറ്റൻഷൻ ഡെഫിസിറ്റിലും 11ൽ 6 ക്രൈറ്റീരിയ സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ അവിടെ ADHD ഈസ് പോസിറ്റീവ് ദെയർ. ADHD ആ രോഗിക്ക് ഉണ്ട് എന്നാണ് മനസ്സിലാക്കുക. അപ്പോൾ അതിനുള്ള കൃത്യമായ ക്വസ്റ്റ്യനെയറും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഓൺലൈൻ ടൂളുകളുണ്ട്, ഇതൊക്കെ യൂസ് ചെയ്യാം. രണ്ടാമത്തത് എവിഡൻസ് ബിഫോർ 12 വയസ്സിന് മുമ്പ് ഇത് ഉണ്ടാവുക എന്നുള്ളത്. 3 പ്രധാനപ്പെട്ട ഒന്ന്, ഈ പറയുന്ന ഫോർഗറ്റ്ഫുൾനെസ്, ഈ പറയുന്ന വാണ്ട് ഓഫ് ഫോക്കസ്, ഇതൊക്കെ ഒരു പ്രത്യേക വിഷയത്തിൽ മാത്രം. ഈ മടിയും അലസതയും ചില ആളുകൾക്ക് ഒഫീഷ്യൽ കാര്യങ്ങൾ മടിയും അലസതയും, മറ്റു കാര്യങ്ങൾ അതില്ല. അവിടെ ADHD അല്ല. ADHD ആണെങ്കിൽ ജീവിതത്തിൻ്റെ പല മേഖലയിലും ഒരുപോലെ ഇത്തരം ചാലഞ്ചുകൾ അവർക്ക് ഉണ്ടാവുന്നതാണ്, ഇൻ മൾട്ടിപ്പിൾ സിനാരിയോസ് ആൻഡ് സെറ്റിങ്സ്. ഉദാഹരണത്തിന് ജോബ് ആവട്ടെ, വീട്ടിലെ കാര്യങ്ങളാവട്ടെ, മറ്റ് സോഷ്യൽ ഇൻറ്ററാക്ഷൻ ആവട്ടെ, ഇതിലൊക്കെ ഇത്തരം ഒരു തരത്തിലുള്ള ഒരു എന്താ പറയുക ക്ലാരിറ്റി ഇല്ലായ്മയും മൂടൽ മഞ്ഞും
മറവികളൊക്കെ ഉണ്ടാവും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ എക്സിക്യൂട്ടീവ് ഡിസ്ഫങ്ഷനാണ് ഒരു പ്രധാനപ്പെട്ട സംഭവം. ഇതൊക്കെ കാരണം കൊണ്ട് തന്നെ പലതരത്തിലുള്ള ഫങ്ഷണൽ ഇമ്പയർമെൻറ്റും പലതരത്തിലുള്ള നിത്യജീവിതത്തിലെ പ്രശ്നങ്ങൾ ഇവർക്ക് ഉണ്ടാവാറുണ്ട്. അതേസമയത്ത് ഹാഷിമോട്ടോയിൽ പറയുമ്പം ഡയഗ്നോസിസ്, ഇപ്പം ADHD-യിൽ ദർ ഇസ് നോട്ട് ലാബ് ഡയഗ്നോസിസ്. ഡയഗ്നോസിസിൽ ഹെൽപ്പ് ചെയ്യുന്ന ഒരേ ഒരു ഭാഗം ഇമേജിങ് ഡയഗ്നോസിസ് മാത്രമാണ്. MRI പോലുള്ള ഡയഗ്നോസിസിൽ ഒരു പരിധിവരെ ഈ ഫ്രോണ്ടൽ ലോബിൻ്റെയോ അല്ലെങ്കിൽ മറ്റേതിൻ്റെയൊക്കെ അണ്ടർ ഡെവലപ്മെൻറ്റ് കണ്ടെത്തിയേക്കാം. അതും വളരെ സ്ട്രോങ് ആൻഡ് കൺക്ലൂസീവ് അല്ല. ഈ പറയുന്ന DSM-5 ക്രൈറ്റീരിയയാണ് അതിൻ്റെ ഗോൾഡ് സ്റ്റാൻഡേർഡ്. ഇപ്പുറത്ത് ലാബ് ടെസ്റ്റുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാം. പലപ്പോഴും TSH 33, 34 ഒക്കെ നോക്കിയാൽ ചിലപ്പോൾ കിട്ടണമെന്നില്ല, കിട്ടിയേക്കാം. അഡ്വാൻസ്ഡ് ഹാഷിമോട്ടോസിൽ ഇതിലൊക്കെ ഡിസ്റെഗുലേഷൻസ് വരും. പക്ഷേ ഇൻ മെനി കേസസ് ലിങ്കറിങ് സബ് ക്ലിനിക്കൽ ഹാഷിമോട്ടോ ആണ് ലോകത്തിൻ്റെ ഒരു വലിയൊരു ജനവിഭാഗം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്, വലിയൊരു കമ്മ്യൂണിറ്റി. ആൻഡ് ഇറ്റ് ഈസ് എന്താ പറയുക, നമ്മൾ വിചാരിക്കുന്നതിൻ്റെ എത്രയോ അപ്പുറത്താണ്. അപ്പോൾ അവിടെ TPO ആൻറ്റിബോഡീസ്, തൈറോഗ്ലോബുലിൻ ആൻറ്റിബോഡീസ് ഒക്കെ ചെക്ക് ചെയ്താൽ മാത്രമേ കഥ മനസ്സിലാവുകയുള്ളൂ. പിന്നെ തൈറോയ്ഡ് എന്താ പറയുക, അൾട്രാസൗണ്ടും ചിലപ്പോൾ നമ്മളെ സഹായിച്ചേക്കാം. അപ്പോൾ മാനേജ്മെൻറ്റിലേക്ക് വരുമ്പോൾ ADHD-യുടെ കാര്യത്തിൽ പല രീതിയിലുള്ള മോട്ടിവേഷൻസും കോച്ചിങ്ങും കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി പോലുള്ള കോഗ്നിറ്റീവ് മോഡുലേഷൻ തെറാപ്പി, മെഡിസിൻസിലേക്ക് വരുമ്പോൾ നമുക്ക് നമ്മുടേതായ മെഡിസിൻസ്, വളരെ എഫക്റ്റീവായിട്ടുള്ള മെഡിസിൻസ് ഉണ്ട്. കഴിഞ്ഞ പ്രാവശ്യം നമ്മളിത് ഡിസ്കസ് ചെയ്തതാണ്. അതിന് ചില എലമെൻ്റൽ മെഡിസിൻസ്, നമ്മൾ കോമൺ മെഡിസിൻസ് പലതും വളരെ സ്ട്രോങ് ആയിട്ട് കവർ ചെയ്യുന്നുണ്ട്. മെഡോറിന് പോലുള്ള പിന്നെ മെഡിസിൻസ് ഒക്കെ, കർസിനോസിൻ പോലുള്ള നമ്മുടെ മേജർ എന്താണ് പോളിക്രസ്റ്റ് പലതും വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നുണ്ട്. അതിന് കൂടാതെ ചില കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് തോന്നുന്നത് വർഗീസ് വൈദ്യരാണ് തോന്നുന്നു പറഞ്ഞതുപോലെ ചില റെയർ മെഡിസിൻസും ഇതിൽ വളരെ വലിയ രീതിയിൽ ഇതിനെ സഹായിക്കുന്നുണ്ടെന്നുള്ളതാണ്. ഇൻ ഹോമിയോപ്പത്തിക് കൺവെൻഷണൽ മെഡിസിനിലേക്ക് വരുമ്പോൾ സ്റ്റിമുലൻസ് ആണ് പലപ്പോഴും, സൈക്കോ ആക്റ്റീവ് മെഡിസിൻസ് ആണ്, ആൻറ്റി ഡിപ്രസൻസ് ഒക്കെയാണ് അവിടെ കൊടുക്കാറുള്ളത്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, ഏത് ഡയഗ്നോസിസ് ആയാലും ADHD കേസിൽ, ഈവൻ ആഷിമോട്ടോസിൻ്റെ കേസിൽ ഓർ എനി അതർ കണ്ടീഷൻ, സ്ലീപ്പ് ഒപ്റ്റിമൈസേഷൻ വിൽ റിവാർഡ് എ ലോട്ട്. ഒരുപാട് വലിയ ഗുണം സ്ലീപ്പ് ഒപ്റ്റിമൈസേഷൻ ഉണ്ടാവും. സ്ലീപ്പ് അലോൺ ക്യാൻ എക്സസർബേറ്റ് എ ലോട്ട് ഓഫ് കണ്ടീഷൻസ് ഇൻക്ലൂഡിങ് ADHD. ADHD-യുടെ വിത്തും വേറൊക്കെ അവിടെ ഉണ്ട്, ചില ഫിനോടൈപ്പിക് എക്സ്പ്രഷൻ ഉണ്ട്. പക്ഷെ സ്ലീപ്പ് വലിയ രീതിയിൽ ചലഞ്ച് ആയിട്ടുണ്ടെങ്കിൽ അത് ADHD-യെ തന്നെ, മറ്റ് സ്ലീപ്പ് ആപ്നിയ ഇല്ലാതെ തന്നെ ADHD അത് സാരമായി ബാധിച്ചേക്കാം. ഹാഷിമോട്ടോയിലേക്ക് വരുമ്പോൾ ഹോർമോൺ റീപ്ലേസ്മെൻ്റ് ആണ് അവിടുത്തെ ഇത്. ലെവോതെറാക്സിൻ പോലുള്ള മരുന്നുകളും ഹോർമോൺസ് കൊടുക്കുന്നു. ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷൻസ് ആണ്, അതിൻ്റെ സപ്പോർട്ട് വേണം. ന്യൂട്രീഷണൽ കൊറലേഷൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അവിടെ തൈറോയിഡിനെ ചാലഞ്ച് ചെയ്യുന്ന, അതുപോലെ ഗട്ടിനെ ചാലഞ്ച് ചെയ്യുന്ന ഫുഡ് കഴിക്കാൻ പാടില്ല എന്നുള്ളതാണ്. ഗട്ട് ഡിസ്റെഗുലേഷൻ ഉണ്ടാക്കുന്ന, ഡിസ്ബയോസിസ് ഉണ്ടാക്കുന്ന ഫുഡ് ആണ് പ്രധാനമായിട്ടും ഒഴിവാക്കുന്നത്. ഒരു കാലത്ത് നമ്മൾ പറഞ്ഞിരുന്നത് പലപ്പോഴും ആൻറ്റി തൈറോയിഡ് എന്താണ് ഫുഡിനെ കുറിച്ചായിരുന്നു. പിന്നെ നമ്മുടെ നൈറ്റ് ഷെയ്ഡ് ഫുഡുകളെ കുറിച്ചൊക്കെ ആയിരുന്നു നമ്മൾ വലിയ രീതിയിൽ വ്യാകുലപ്പെട്ടിരുന്നതെങ്കിൽ ഇന്ന് ഗട്ട് ഡിസ്ബയോസിസ് ഉണ്ടാക്കുന്ന കാര്യങ്ങൾ കൂടി വലിയ രീതിയിൽ ശ്രദ്ധിക്കണമെന്നും അത് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാമെന്നും നമുക്ക് പുതിയ ഫങ്ഷൻ മെഡിസിൻ പോലുള്ള ശാസ്ത്രം നമ്മോട് പറയുന്നു. തൈറോയിഡ് നമ്മൾ ട്രീറ്റ് ചെയ്യണം. പ്രോഗ്നോസിസ് അഗെയിൻ, പിന്നെ ADHD-യിൽ അത്ഭുതങ്ങളൊന്നും ഉണ്ടാക്കാൻ പറ്റിയില്ലെങ്കിൽ അതൊരു ക്യൂർ ചെയ്യാൻ പറ്റുന്ന സംഭവമൊന്നുമല്ല. സ്ട്രക്ചർ ചെയ്യാം, മോഡിഫൈ എന്താണ്, ചില മെഡിക്കേഷൻസ് കൊടുക്കാം, കോച്ചിങ് കൊടുക്കാം, സ്ലീപ്പ് ഒപ്റ്റിമൈസ് ചെയ്യാം. പക്ഷേ ഏറെയും കുറഞ്ഞും ഈ ചലഞ്ചുകളൊക്കെ ആയിട്ട് രോഗി കുറേ പോയേക്കാം. എങ്കിലും വലിയ രീതിയിൽ ക്വാളിറ്റി ഓഫ് ലൈഫിൽ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാക്കാൻ ഈ മാനേജ്മെൻറ്റിലൂടെ കഴിയും. ഹാഷിമോട്ടോയിൽ ഹോർമോൺ റീപ്ലേസ്മെൻ്റ് അടക്കമുള്ള ഡ്രാമാറ്റിക് റിസൾട്ട് ഉണ്ടാക്കുന്ന സംഭവങ്ങളുണ്ട്. ഹോമിയോപ്പതി പടി മെഡിസിൻസ് പോലുള്ള ഒരുപടി ഹോമിയോപ്പതി മെഡിസിൻസ് ഉണ്ട് നമുക്ക്. അത് വളരെ നല്ല റിസൾട്ട് ഹോമിയോപ്പതിയിലും കിട്ടാറുണ്ട്. ഇനി ADHD ഒരു 40 വയസ്സിന് ശേഷം ഉള്ള ഒരാൾ ക്ലിനിക്കിലേക്ക് വരുന്നു. അയാൾ ഏകദേശം ഈ പറയുന്ന ഹൈപ്പർ ആക്ടിവിറ്റി അല്ലെങ്കിൽ വാണ്ട് ഓഫ് ഫോക്കസ്, അറ്റൻഷൻ റിലേറ്റഡ് ചാലഞ്ചസ് ഇതൊക്കെ ആയിട്ടാണ് ഇയാൾ വരുന്നത്. അപ്പോൾ 40 വയസ്സൊക്കെ, ഒരു 35-40 വയസ്സ് കഴിഞ്ഞ് നമ്മൾ നിർബന്ധമായിട്ടും ഈ 3-4 കണ്ടീഷൻസ് ഡിഫറൻഷ്യൽ, ചെറിയ കുട്ടികളുടെ കേസിൽ ചിലപ്പോൾ ഇത്ര പ്രസക്തമായിരിക്കില്ല, എങ്കിലും വി നീഡ് ടു റൂൾ ഔട്ട് ഇൻ കുട്ടികളുടെ കേസിലും ഇതൊക്കെ വേണം. കാരണം കുട്ടികളുടെ ഗട്ട് ഡിസ്ബയോസിസ് ഒക്കെ വളരെ ചെറിയ ഏജിൽ തന്നെ തുടങ്ങുന്നുണ്ട്.
സ്ലീപ്പ് ആപ്നിയ തുടങ്ങുന്നുണ്ട്, കുട്ടികൾക്ക് ഡിപ്രഷൻ ഉണ്ടാവാം. പക്ഷെ പ്രത്യേകിച്ച് 40 വയസ്സിന് ശേഷമുള്ള ആളുകളാണെങ്കിൽ യു വിൽ ഹാവ് ടു ഇൻഡിവിജ്വലി റൂൾ ഔട്ട് ഓൾ ദീസ് 3 മേജർ കണ്ടീഷൻസ്. അതുപോലെ മെഡിസിൻ്റെ ചില എഫക്റ്റ്, ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അപരൻ നമ്പർ 2, ADHD രണ്ടാമത്തെ അപരനാണ് സ്ലീപ്പ് ഡിസോർഡേഡ് ബ്രീത്തിങ്. അതൊരു സ്പെക്ട്രം ഓഫ് കണ്ടീഷൻസ് ആണ്, ഒരു രോഗമല്ല. ഓക്സിജൻ ഡിപ്രൈവ്ഡ് ബ്രെയിൻ, ഇവിടെ എന്താ പ്രശ്നം? നേരത്തെ നമ്മൾ പറഞ്ഞത് നമ്മുടെ ഇതിൻ്റെ പ്രശ്നമായിരുന്നല്ലോ, തൈറോയിഡ് ഹോർമോണിൻ്റെ പ്രശ്നമായിരുന്നു. ഇവിടെ അത് ബ്രെയിനിനെ ബാധിക്കുന്നത്. ഇവിടെ ബ്രെയിനിനെ ബാധിക്കുന്നത് ആരാണ്? സ്ലീപ്പ് ഡിസോർഡർ ആയിരിക്കുമ്പോൾ ഓക്സിജനെയാണ് ബാധിക്കുന്നത്. ഓക്സിജൻ ഡിപ്രിവിയേഷൻ കാരണം ബ്രെയിനിൽ ഓക്സിജൻ ആയിരിക്കുമ്പോൾ ഒരു പടി പ്രശ്നങ്ങളാണ് അതിൻ്റെ കൂടെ ഉണ്ടാവുക. അപ്പോൾ അവിടെ പ്രൈമറി സോറിങ്, ഈ സ്ലീപ്പ് ഡിസോർഡേഴ്സിൽ പിന്നെ നമ്മുടെ സിമ്പിൾ സാധാരണ കൂർക്കം വലി, അത് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. പലപ്പോഴും ഒരു പ്രശ്നവും ഇല്ലാതെ നമ്മളിങ്ങനെ പോകുന്നതാണ്. മിക്കവാറും ആളുകൾക്കും ഏറെയും കുറഞ്ഞ ചെറിയ രീതിയിലൊക്കെ പൊസിഷണൽ സ്നോറിങ് ഒക്കെ ഉണ്ടാവാം. അതൊക്കെ ഒരു ക്ലിനിക്കൽ പത്തോളജി ആയിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ രണ്ടാമത്തെ ഘട്ടത്തിലെത്തുമ്പോൾ അപ്പർ എയർവേ റെസിസ്റ്റൻസ് സിൻഡ്രോം, അത് കുറച്ചും കൂടി സിവിയറാണ്. കുറച്ചും കൂടി സിമ്പിൾ സ്നോറിങ്ങിൻ്റെ അപ്പുറത്ത് അത് പല രീതിയിലുള്ള മെറ്റബോളിക് പ്രോബ്ലംസ് ഉണ്ടാക്കാം, ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാക്കാം, പല ചാലഞ്ചസ് ഉണ്ടാക്കാം. ഒരു പരിധിവരെ മൈൽഡ് ADHD, അവിടെ ഓക്സിജൻ ചാലഞ്ചസ് ഉണ്ട്, വലിയ രീതിയിലല്ലെങ്കിലും. OSA പോലെ അല്ലെങ്കിൽ ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് അപ്നിയ പോലെ വലിയ ഓക്സിജൻ ചാലഞ്ചസ് ഇല്ലെങ്കിലും മൈൽഡ് ഹൈപ്പോക്സിയ ഓഫ് ബ്രെയിൻ ഉണ്ടാക്കാൻ സാധ്യതയുള്ളതാണ് UIRS. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത് നമുക്ക് ADHD ആണെന്ന് തോന്നുന്നത്? പലപ്പോഴും തലച്ചോറിലേക്കുള്ള ഓക്സിജൻ പലപ്പോഴും ഇങ്ങനെ റിപ്പീറ്റഡ്ലി കുറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അറ്റൻഷൻ കുറയുന്നു, മെമ്മറി കുറയുന്നു, സ്വാഭാവികം. ഇത് രണ്ടും കുറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും നമ്മുടെ പെർഫോമൻസിനെ ബാധിക്കുന്നു, നമ്മുടെ ഔട്ട്പുട്ടിനെ ബാധിക്കുന്നു. അത് ബാധിക്കുമ്പോൾ നമ്മൾക്ക് പലപ്പോഴും ഇമോഷണലി നമ്മൾ ഡിസ്റ്റർബ്ഡ് ആകുന്നു. അത് പല രീതിയിലുള്ള ഇമ്പൾസിവിറ്റിക്കും കാരണമാകുന്നു. ഇതെല്ലാം നമ്മൾ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇയാൾക്ക് ADHD ആണ്. ADHD ഇമോഷണൽ ചാലഞ്ചസ് ഉണ്ട്, ഇമ്പൾസിവിറ്റി ഉണ്ട്, അറ്റൻഷൻ പ്രോബ്ലംസ് ഉണ്ട്. ഇതെല്ലാം കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇത് ADHD ആണോ എന്ന് ചിന്തിച്ചേക്കാം. നോ, ഇറ്റ് ക്യാൻ ബി സിംപ്ലി ബിക്കോസ് ഓഫ് ദിസ് OSA ഓർ ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് ആപ്നിയ, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള സ്ലീപ്പ് ഡിസോർഡേഴ്സ് കാരണം കൊണ്ട് മാത്രം ഇതുണ്ടാകാം. ഇനി രണ്ടാമത്തെ കാര്യം, ഇത് രണ്ടും ഒന്നിച്ച് വരാം. നേരത്തെ പറഞ്ഞതുപോലെ ഇടിയവെട്ടിയവനെ പാമ്പും കടിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഇത് രണ്ടും ഒന്നിച്ച് വന്നേക്കാം. നിങ്ങൾക്ക് അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ADHD ആണെങ്കിൽ ഡോപ്പാമിൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എക്സിക്യൂട്ടീവ് പ്രോബ്ലംസ് ഉണ്ട്, ന്യൂറോ ഡെവലപ്മെൻറ്റിലാണ്, ജീവിതകാലം മുഴുവൻ ഇത് ഇയാളുടെ കൂടെ ഉണ്ടാവും, ഏറിയും കുറഞ്ഞും അയാളത് ബാധിച്ചിട്ടുണ്ടാവും. അതേസമയത്ത് ഇതിൻ്റെ പ്രധാനപ്പെട്ട വിഷയം ഡോപ്പാമിൻ അല്ല. OSAയുടെ കാര്യത്തിൽ ഹൈപ്പോക്സിയാണ്, ലോ ഓക്സിജൻ ടെൻഷനാണ്, നമ്മുടെ ആർസനിക് മാൽബോക്കെ പോലെ. സ്ലീപ്പ് ഫ്രാഗ്മെൻറ്റേഷൻ, സ്ലീപ്പിൻ്റെ പല രീതിയിലുള്ള ഡിസോർഡേഴ്സ് പലപ്പോഴും ഇത് അക്വേർഡ് ആണ്. നേരത്തെ പറഞ്ഞ പോലെ ADHD പോലെ ജന്മനാ ഉള്ള സംഭവമല്ല. ഇത് നമ്മുടെ ലൈഫ് സ്റ്റൈൽ, നമ്മുടെ ബോഡി ഫാറ്റിൻ്റെ ഒക്കെ കണ്ടന്റ്, അതുപോലെ നമ്മുടെ മസിലിൻ്റെ മോട്ടോർ ആക്ടിവിറ്റി, അല്ലെങ്കിൽ കഴുത്തിൻ്റെ ഗേർത്ത്, കഴുത്തിൻ്റെ സൈസ്, ഇതൊക്കെ അനുസരിച്ചിട്ട് ഇതിൽ മാറ്റം വരാം. ഈവൻ അതുപോലെ പലതരത്തിലുള്ള ഫാറ്റ് ഡിപ്പോസിഷൻ, അഡിപ്പോസ് ഡിപ്പോസിഷൻ ഇൻ ദ ത്രോട്ട് ഏരിയ, ഇൻസുലിൻ റെസിസ്റ്റൻസ്, അങ്ങനെ പല രീതിയിലും ഇത് ഉള്ളതാണ്. അത് പിന്നീട് വരുന്നതാണ്. ഒരാൾക്ക് 10, 15, 20, 50 വയസ്സിൽ അയാൾക്ക് പുതിയ രീതിയിൽ OSA തുടങ്ങാം. പലപ്പോഴും ലേറ്റർ ഇയേഴ്സിലാണ്, ഒരു 40 വയസ്സൊക്കെ കഴിയുമ്പോഴാണ് OSA ഒക്കെ പലപ്പോഴും കണ്ടുവരാറുള്ളത്. അതേസമയത്ത് ADHD ക്യാൻ ബി ഫ്രം ദ ചൈൽഡ്ഹുഡ്. അപ്പോൾ ADHDയുടെ കാര്യത്തിൽ ചെറുപ്പത്തിലേ ഉണ്ട് എന്ന് പറയുമ്പോൾ OSAക്കാരൻ പറയും കുറച്ച് നാളുകളായിട്ട് ഡോക്ടർ ഈ പ്രശ്നമുണ്ട്, എനിക്ക് ഈ ക്ഷീണവും ശ്രദ്ധക്കുറവ്, ഇറിറ്റബിലിറ്റി, ഒന്നിനൊരു ഉന്മേഷമില്ലായ്മ, ഇതൊക്കെ കുറച്ച് കാലമായിട്ടേ ഉള്ളൂ എന്ന് പറയുമ്പോൾ ADHD കാരണം അയാളുടെ ചെറുപ്പകാലം മുതൽ ഈ വിഷയങ്ങളൊക്കെ ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പോൾ ADHDയെ നമ്മൾ ഡിസ്ട്രാക്ഷൻ എന്ന ഒരു ഇതിൽ പ്രസൻസ് ഉണ്ട് എന്ന് മാത്രമല്ല, ഈ ഡിസ്ട്രാക്ഷൻ ജീവിതകാലം മുഴുവൻ ഉണ്ട് എന്നുള്ളതാണ്. അത് അയാളുടെ ജീവിതത്തിൻ്റെ ക്വാളിറ്റിയെ ബാധിക്കുന്നു, എക്സിക്യൂട്ടീവ് ഫങ്ഷൻ അയാളുടെ കഴിവിനെ ബാധിക്കുന്നു, അയാളുടെ പെർഫോമൻസിനെ ബാധിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ പ്രശ്നം ചെറുപ്പത്തിൽ തന്നെ അയാൾക്ക് ഉണ്ടാകുന്നു എന്നുള്ളതൊക്കെയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ADHD ആയിട്ട് വരുന്ന ഒരാളോട് നമ്മൾ പ്രത്യേകിച്ച് എടുത്ത് ചോദിക്കേണ്ടത്, ഒന്നിക്കൽ അയാളോട് അല്ലെങ്കിൽ അയാളുടെ ജീവിത പങ്കാളിയോട് ചോദിക്കേണ്ടത്,
സ്നോറിങ് ഉണ്ടോ എന്നുള്ളതാണ്. അതുപോലെ ഉറക്കത്തിൻ്റെ ഇടയിൽ പെട്ടെന്ന് ഉറക്കം നഷ്ടപ്പെടും, അല്ലെങ്കിൽ ബ്രീത്തിങ് നഷ്ടപ്പെടുന്നുണ്ട്, ബ്രത്ത് എന്താണ് ചോക്കാവും, ഗ്യാസ്പിങ്, പല രീതിയിലുള്ള ശ്വാസം കിട്ടാൻ വേണ്ടിയുള്ള വെപ്രാളങ്ങൾ, അതുകൊണ്ട് അത് നമ്മൾക്ക് പലപ്പോഴും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇത്തരം കേസുകളൊക്കെ നേർക്ക് നേരെ നമ്മുടെ കുടുംബത്തിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പം ഇത് വലിയ രീതിയിലുള്ള എന്താ പറയുക ടെററൈസിങ് എഫക്റ്റാണ് ഇത് ഉണ്ടാക്കുക പലപ്പോഴും അത്തരം ആളുകൾക്ക്. രാവിലെ എഴുന്നേൽക്കുമ്പം തീരെ ഉന്മേഷമില്ലാതെയാണ് എഴുന്നേൽക്കുക. മോർണിംഗ് ഹെഡേക്കിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം സ്ലീപ്പ് ആപ്നിയ പോലെ സ്ലീപ്പ് ഡിസോർഡേഴ്സ് തന്നെയാണ്. അതുപോലെ പകലുറക്കം അല്ലെങ്കിൽ ഹൈപ്പർ സോംനോലൻസ് ഡ്യൂറിങ് ഡേ, ഇത് വല്ലാതെ രീതിയിൽ അവർക്ക് ഉണ്ടാവും. അതുപോലെ വണ്ടി ഓടിക്കുമ്പോഴൊക്കെ ഉറക്കം വരിക, പുസ്തകം വായിക്കുമ്പോൾ, ആളുകളോട് സംസാരിക്കുമ്പോഴൊക്കെ ഉറക്കം വരിക, ഇങ്ങനെയൊക്കെയുള്ള കണ്ടീഷൻസ് ഉണ്ടാകാം. എൻ്റെ ഒരു കൂട്ടുകാരൻ ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അയാൾ ഗോളി നിന്നതിന് അവിടെ നിന്ന് ഉറങ്ങുമായിരുന്നു. സോ ദാറ്റ് കൻ ഹാപ്പൻ, ഐ ഹാവ് സീൻ ദാറ്റ്. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഫിസിക്കൽ എക്സാമിനേഷനിൽ നമ്മൾ നോക്കുമ്പോൾ ഒബിസിറ്റി പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ സ്ലീപ്പ് ഡിസോർഡേഴ്സിന്. പിന്നെ വലിയ നെക്ക്, OSAയിലാണ് വലിയ നെക്ക്, എന്താണ് കഴുത്താണ്. അതേ സമയത്ത് നമ്മൾ നേരത്തെ വേറൊരു കണ്ടീഷൻ നമ്മൾ പറഞ്ഞല്ലോ, അതായത് അപ്പർ എയർവേ റെസിസ്റ്റൻസ് സിൻഡ്രോം എന്ന് പറയുന്നിടത്ത് മെലിഞ്ഞ കഴുത്തായിരിക്കും. പ്രത്യേകിച്ച് മെലിഞ്ഞ കഴുത്തുള്ള പെൺകുട്ടികൾക്കാണ് അപ്പർ എയർവേ റെസിസ്റ്റൻസ് സിൻഡ്രോം കൂടുതൽ കാണാറുള്ളത്. അതേ സമയത്ത് നമ്മുടെ എന്താണ് തടിച്ച കഴുത്തുള്ള ആളുകൾക്ക്, ഇൻസുലിൻ റെസിസ്റ്റൻ്റ് ഉള്ള ആളുകൾക്ക് OSA ആണ് അവർക്ക് കൂടുതൽ കാണുക. പ്രത്യേകിച്ച് മെയിൽ പ്രിഡോമിനൻ്റ് ആണ് പലപ്പോഴും OSA. അപ്പം ലാർജ് നെക്ക് ഓർ ഈവൻ സ്മോൾ നെക്ക് ക്യാൻ ബി എന്താണ് ട്രിഗറിങ് ഫാക്ടർ. അപ്പോൾ ചെറിയ നെക്ക് കഴുത്താകുമ്പോഴും അത് പ്രശ്നം ഉണ്ടാകും. അതുപോലെ ലിട്രോനാത്തിയ എന്ന് പറയുന്ന സംഭവം, അതായത് നമ്മുടെ താടിയല് ചില ആളുകൾ കണ്ടിട്ടുണ്ടാവും, താഴത്തെ താടിയല് മാൻഡിബിൾ കുറച്ച് ഉള്ളിലോട്ട് പോയിട്ടുണ്ടാവും, അത് ഫുള്ളി ഡെവലപ്പ് ചെയ്തിട്ടുണ്ടാവും. അതിൻ്റെ പ്രഷർ കാരണം അയാൾക്ക് ഈ പറയുന്ന സ്നോറിങ്ങും അതുപോലെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാം, സ്ലീപ്പ് ആപ്നിയ ഉണ്ടാവാം, സ്ട്രക്ചറൽ അനോമലി കാരണം. അതുപോലെ ടോൺസിൽസ് ഉള്ള കുട്ടികൾക്ക് സ്നോറിങ് ഉണ്ടാവാം, സ്ലീപ്പ് ആപ്നിയ ഉണ്ടാവാം, സ്ലീപ്പ് ഇൻസഫിഷ്യൻസി ഉണ്ടാവാം. ഹൈപ്പർടെൻഷൻ ക്യാൻ ബി അനദർ കണ്ടീഷൻ യു ക്യാൻ സീ വിത്ത് സ്ലീപ്പ് ആപ്നിയ. അപ്പോൾ എങ്ങനെയാണ് ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത് നമ്മൾ കമ്പാരിസൺ എന്നുള്ള നിലക്ക്? ADHD ആണെങ്കിൽ എന്താണ് ലൈഫ് ടൈം ഹിസ്റ്ററി ഉണ്ടാവില്ല, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സ്ലോറിങ് ADHDയിൽ അധികം ഉണ്ടാവില്ല, ഡേ ടൈം സ്ലീപ്പിനെസ് ഉണ്ടാവില്ല. ADHD കുട്ടികൾക്ക് കൂടുതലായിരിക്കും, സ്നോറിങ് കുട്ടികൾക്ക് അത്ര ഉണ്ടാവില്ല എന്നല്ല, മൈൽഡ് സ്നോറിങ് ക്യാൻ ബി ദർ ഇൻ ചെറിയ കുട്ടികൾക്ക് വരെ ഉണ്ടാവാം. പിന്നെ ഹൈപ്പർ ഫോക്കസിസ് എന്ന് പറയുന്ന കണ്ടീഷൻ ഉണ്ടല്ലോ, വളരെ എന്താ പറയുക ഏകാഗ്രതയുടെ അങ്ങേയറ്റത്തിലേക്ക് ADHDക്കാരൻ പോകും. പക്ഷേ OSAയിൽ അങ്ങനെയൊന്നും ഉണ്ടാവണമെന്നില്ല, പലപ്പോഴും മന്ദിപ്പും ഇതൊക്കെ തന്നെയാണ് മിക്കവാറും ഉണ്ടാവുക. ഡേ ടൈമിൽ ഉള്ള ഒരു സ്ലീപ്പിനെസ് ഉണ്ടാവും. ADHDക്കാരൻ ഡേ ഡ്രീമിംഗ് ആണെങ്കിൽ OSAക്കാരൻ പകൽ ഉറങ്ങുകയും ചെയ്യും ഡേ ഡ്രീമിങ്ങിനെക്കാളും. മോർണിംഗ് ഹെഡേക്ക് പിന്നെ ADHDയിൽ ഒരു സ്പെഷ്യൽ സിംറ്റം അല്ല, ബട്ട് ഇൻ OSA ഇറ്റ് ക്യാൻ ബി എ സ്ട്രോങ് ഇൻഡിക്കേറ്റർ ഫോർ OSA. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ക്ലിനിക്കൽ ഡയഗ്നോസിസ് DSM ആണ് അതിന് ഗോൾഡ് ക്രൈറ്റീരിയ. അറ്റൻഷൻ ഒരു 6 ക്രൈറ്റീരിയ ഫില്ല് ചെയ്യുകയാണെങ്കിൽ, ഹൈപ്പർ ആക്ടിവിറ്റി 6 ക്രൈറ്റീരിയ ഫില്ല് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ഈസ് ADHD. അതുപോലെ ഇമേജിങ് ടെക്നോളജി ഉണ്ട്, ഇതൊക്കെ തന്നെയാണ്. ലാബ് സ്റ്റഡീസ് ഒന്നും ADHD ഇല്ല. OSAയിലാവുമ്പോൾ പോളിസോംനോഗ്രഫി ആണ് ഇതിൻ്റെ ഗോൾഡ് സ്റ്റാൻഡേർഡ്. സ്ലീപ്പ് സ്റ്റഡി 24 hours സ്ലീപ്പ് സ്റ്റഡി ഗോൾഡ് സ്റ്റാൻഡേർഡാണ് പോളിസോംനോഗ്രാഫി. അഗെയിൻ പിന്നെ വീട്ടിൽ നമുക്ക് കിട്ടുന്ന സ്ലീപ്പ് ആപ്നിയ ടെസ്റ്റുകളും കിറ്റുകളും ഇതൊക്കെ ഉണ്ട്. അതൊക്കെ എല്ലാവർക്കും നല്ല റിസൾട്ട് കിട്ടണമെന്നില്ല. മാനേജ്മെൻറ്റിലേക്ക് നേരത്തെ പറഞ്ഞു, നമുക്ക് ADHDയുടെ മാനേജ്മെൻറ്റ് നമുക്ക് വിടാം, നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. സ്ലീപ്പ് ആപ്നിയയിൽ അല്ലെങ്കിൽ സ്ലീപ്പ് ഡിസോർഡേഴ്സിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വെയിറ്റ് ലോസ്, വെയിറ്റ് മാനേജ്മെൻറ്റ്. പ്രത്യേകിച്ച് OSAയുടെ കാര്യത്തിൽ. അതേ സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ചികിത്സ, ഏറ്റവും പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്ന ഗോൾഡ് സ്റ്റാൻഡേർഡ് ചികിത്സ CPAP തന്നെയാണ്. CPAP എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഡിവൈസസ് അറിയാം, ഒരു മാസ്കും ഒരു മോട്ടോർ, ഒരു എന്താണ് സെൽഫ് പമ്പിങ് മോട്ടോർ, പിന്നെ കുറച്ച് ട്യൂബുകളൊക്കെ ആയിട്ടുള്ളൊരു സംഭവമാണ്. പിന്നെ ഒരു സോഫ്റ്റ്വെയറും ഉണ്ടാവും ഇപ്പോഴൊക്കെ. അപ്പോൾ ഇതൊക്കെ ഉണ്ടെങ്കിൽ ഇവൻ നമുക്ക് വീട്ടിൽ ഇത് വാങ്ങിയിട്ട് ഇത് ഓൺലൈനിലൊക്കെ വാങ്ങി കിട്ടുന്ന മെഷീൻസ് ഉണ്ട്. പിന്നെ ഹോസ്പിറ്റൽസിൽ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സാധനങ്ങൾ ഉണ്ടാവും. പിന്നെ ഓറൽ ആപ്ലിക്കേഷൻസ് പലതും കൊണ്ട് സ്നോറിങ്ങിനെല്ലാം ഉണ്ടാക്കാൻ. പെരിനാസൽ എന്താണ് സൂപ്രാനാസൽ
അപ്ലിയൻസസ് ഉണ്ട്, ക്ലിപ്പുകളുണ്ട്, അങ്ങനെ പലതും ഉണ്ട് സ്നോറിങ്ങിനെ മാനേജ് ചെയ്യാൻ. OSA ഒക്കെ ആകുമ്പോൾ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കെയർ ആവശ്യമാണ്. 6 മാസമൊക്കെ എന്താണ് ചികിത്സ ചെയ്താലേ CPAP ഒക്കെ വർക്ക് ചെയ്യുള്ളൂ. ENT കോറിലേഷൻ വേണം. ഇതെല്ലാം കൂടെ നാസൽ ഒബ്സ്ട്രക്ഷൻ, ടോൺസിലൈറ്റിസ്, ഇതുപോലുള്ള ഹോമിയോപ്പതിയൊക്കെ വലിയ രീതിയിൽ വിജയിക്കുന്ന മേഖലയാണ് ഇതൊക്കെ. പല രീതിയിലും സ്ലീപ്പ് ആപ്നിയ, ഒബീസിറ്റി അടക്കമുള്ള കണ്ടീഷൻസ് മാനേജ് ചെയ്തിട്ട്, അതുപോലെ തന്നെ ടോൺസിലൈറ്റിസോ അഡിനോയിഡ്സോ ഉണ്ടെങ്കിൽ അതൊക്കെ മാനേജ് ചെയ്തിട്ട് ഹോമിയോപ്പതിയിൽ ഇതിനെ ചികിത്സിക്കാവുന്നതാണ്. നല്ല റിസൾട്ട് കിട്ടാറുണ്ട്. അടുത്തതൊന്ന് പ്രോഗ്നോസിസ്. നമ്മുടെ ADHD പ്രോപ്പർലി ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ എന്താ ഉണ്ടാവുക? അക്കാഡമിക് ബാധിച്ചേക്കാം, ജോലിയുടെ പ്രൊമോഷനെ ബാധിച്ചേക്കാം, പലപ്പോഴും ജോലി നഷ്ടപ്പെട്ടേക്കാം, റിലേഷൻഷിപ്പിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം. നമ്മൾ പലപ്പോഴും എന്താണ് കൊള്ളരുതാത്തവൻ, കഴിവില്ലാത്തവൻ, അല്ലെങ്കിൽ ആത്മാർത്ഥതയില്ലാത്തവൻ, ശ്രദ്ധയില്ലാത്തവൻ എന്നൊക്കെ നമ്മളിങ്ങനെ പലപ്പോഴും നമ്മൾ ചാപ്പ കുത്തുമ്പോൾ പലപ്പോഴും ഇവരുടെ അനുഭവിക്കുന്ന വലിയ ചാലഞ്ച് നമുക്ക് അറിയണമെന്നില്ല. അപ്പോൾ പല രീതിയിലുള്ള റിലേഷൻഷിപ്പ് പ്രശ്നങ്ങൾ ഉണ്ടാവാം. അതുപോലെ നമ്മൾ പറഞ്ഞ RSD എന്ന് പറയുന്ന കണ്ടീഷൻ, ഇത് വളരെ പെയിൻഫുൾ ആയിട്ടൊരു സംഭവമാണ്. ഇവിടെ റിപ്രസീവ് ഇതുണ്ടല്ലോ, എന്താ പറയുക, സപ്രഷൻ സിൻഡ്രോം എന്ന് പറയുന്ന സംഭവം, അല്ലെങ്കിൽ എന്താണ് അതിനൊരു പ്രത്യേക ഒരു ഇതെന്ന് പറഞ്ഞാൽ പല രീതിയിലുള്ള ഇതും നമ്മുടെ പ്രശ്നങ്ങളെയും നമ്മൾ എക്സ്പ്രസ് ചെയ്യുമ്പോൾ ആളുകൾ അതിനെ റെക്കഗ്നൈസ് ചെയ്യാതിരിക്കും, ഉണ്ടാകുന്ന ഒരു ആക്സെപ്റ്റൻസിൻ്റെ വിഷയമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് എക്സിക്യൂട്ടീവ് ഫങ്ഷനാണ് അടുത്ത ഒരു വലിയൊരു പ്രശ്നം. അതുപോലെ ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ, ഇത് OSAയിൽ വളരെ കോമൺ ആണ്. ഡയബറ്റീസ് പോലെ മെറ്റബോളിക് ഡിസോർഡേഴ്സിൻ്റെ എക്സാസർബേഷനായിട്ട് നിങ്ങൾക്ക് ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് ഡിസോർഡേഴ്സ് വന്നേക്കാം, സ്ട്രോക്ക് വന്നേക്കാം, കാർഡിയോവാസ്കുലർ, കാരണം ഹൈപ്പോക്സിയ ഇതിനൊക്കെ ട്രിഗർ ചെയ്യുന്ന സംഭവമാണ്. സെല്ലുലാർ മെറ്റബോളിസത്തിനെ നേർക്കുനേരെ ബാധിക്കുന്ന പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെ കോഗ്നിറ്റീവ് ഡിക്ലൈൻ ഉണ്ടാവാം. അങ്ങനെ പല രീതിയിലുള്ള വിഷയങ്ങളും പ്രോഗ്നോസിസിൻ്റെ ഭാഗത്ത് നോക്കും ഇതൊക്കെ ഉണ്ട്, ഇഫ് ഇറ്റ് ഈസ് നോട്ട് ട്രീറ്റഡ് പ്രോപ്പർലി. ഇനി അടുത്തത് ADHDയുടെ ഇംപ്രൂവ്മെൻറ്റ്. ഈവൻ CPAP ചെയ്താലും വെയിറ്റ് റിഡക്ഷൻ ചെയ്താലും നേസൽ ഇതൊക്കെ കറക്റ്റ് ചെയ്താലും പലപ്പോഴും ADHDയും ഡ്രമാറ്റിക്കലി ഇംപ്രൂവ് ആവുന്ന കാണാം. കാരണം ഇത് പലപ്പോഴും കോമോബിഡിറ്റി എന്ന് മാത്രമല്ല, പല രീതിയിലുള്ള ഡീപ്പ് കോറിലേഷൻ ഇത് ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഈ പറയുന്ന ADHDയും അവിടെ ഇമ്പ്രൂവ് ആവുന്നത്. കാരണം ADHDയുടെ എക്സാസർബേറ്റിംഗ് കോസ് പല രീതിയിലുള്ള ജനറ്റിക് ഇതുണ്ടെങ്കിലും അതിനെ ട്രിഗർ ചെയ്യുന്ന എപ്പിജനറ്റിക് ഫാക്ടേഴ്സ് ഇതൊക്കെയാണ്. ഓക്സിജൻ, ലോ ഓക്സിജൻ ക്യാൻ ബി എൻ എപ്പിജനറ്റിക് ഫാക്ടർ. അതുപോലെ വെയിറ്റുമായി ബന്ധപ്പെട്ട മെറ്റബോളിക് ചാലഞ്ചസ്, പല രീതിയിലുള്ള ഡിസ്ബയോസിസ്, ഗട്ട് ഡിസ്ബയോസിസ് അടക്കമുള്ള കാര്യങ്ങളൊക്കെ ADHDയെ സാരമായി ബാധിച്ചേക്കാം. ഹോർമോൺ ഡിസ്റെഗുലേഷനും ADHDയെ ബാധിച്ചേക്കാം. അതുകൊണ്ട് മറ്റ് കോമോബിഡ് കണ്ടീഷൻസിൻ്റെയൊക്കെ നേർക്ക് നേരെയോ അല്ലാതെയോ ADHDയെ ബാധിക്കുന്നു എന്നുള്ളതാണ്. ഫങ്ഷൻ മെഡിസിനിൽ ഈ 3 കാര്യങ്ങളാണ് പ്രധാനപ്പെട്ട ഇതായിട്ട് നമ്മൾ ഇതിനെ ഇവാലുവേറ്റ് ചെയ്യാറുള്ളത്. ഒന്ന്, ഡോപ്പാമൈൻ ഡിസ്റെഗുലേഷൻ അഡ്രസ്സ് ചെയ്യാൻ നോക്കും, തൈറോയ്ഡ് ഡിസ്ഫങ്ഷൻ അഡ്രസ്സ് ചെയ്യാൻ നോക്കും, സ്ലീപ്പ് ആസ് എ ഡിസിപ്ലിൻ വലിയ രീതിയിൽ അഡ്രസ്സ് ചെയ്യുന്ന ഒരു ഏരിയയാണ്. അപ്പോൾ ഇത് 3ഉം ഇത് സൈലോ പോലെ ഇതിലൊന്ന് മാത്രം നോക്കിയാൽ യഥാർത്ഥത്തിൽ ഇത് ഏത് കേസായാലും ഇത് 3ഉം നമ്മൾ അഡ്രസ്സ് ചെയ്യണം എന്നുള്ളതാണ്. അപ്പോഴാണ് ഒരു ഹോളിസ്റ്റിക് അപ്രോച്ച് നമുക്ക് ഉണ്ടാവുന്നത്. അപ്പോൾ ഇതിലേതെങ്കിലും ഒരു പാർഷ്യൽ ട്രീറ്റ്മെൻറ്റാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ പലപ്പോഴും അതിൻ്റെ പൂർണ്ണമായ റിസൾട്ട് കിട്ടണമെന്നില്ല എന്നുള്ളതാണ്. അതുപോലെ ADHD ഡയഗ്നോസ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ശ്രദ്ധിക്കേണ്ട നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. വയസ്സ്, ഹാഷിമോട്ടോ, ബ്രീത്തിങ്, പിന്നെ അതുപോലെ എനി അതർ എക്സ്പ്ലനേഷൻ ഫോർ ADHD ലൈക്ക് സിംറ്റംസ്. അപ്പോൾ കാരണം ADHD മിസ്ഡയോസിസ് ഇസ് വെരി കോമൺ ലൈക്ക് ADHDയും വളരെ കോമൺ ആണ്, മിസ്ഡയോസിസും അതുപോലെ കോമൺ ആണ്. ADHDയുടെ 3ാമത്തെ അപരനാണ് സെൻസറി പ്രോസസ്സിംഗ് ഡിസോർഡേഴ്സ്. ഇത് അത്ര എന്താ പറയുക പോപ്പുലർ അല്ലാത്തൊരു ഡയഗ്നോസിസ് ആണ്. അത് വളരെ സ്പെഷ്യൽ ക്ലിനിക്കൽ സെറ്റിങ്സിലാണ് ഇതൊക്കെ കണ്ടെത്താറുള്ളത്. അപ്പം അവിടെ ADHDയുടെ ഒരുപാട് സിംറ്റംസ് അതുപോലെ മിമിക് ചെയ്യുന്നു എന്നുള്ളതാണ് ഈ സെൻസറി പ്രോസസ്സിങ്ങിൻ്റെ ഒരു പ്രത്യേകത. പക്ഷേ വളരെ വ്യക്തമായ ചില ഡിഫറൻസ് ഇവിടെ ഉണ്ട്. സെൻസറി പ്രോസസ്സിങ്ങും ADHDയും നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ
എന്താണ് ഡെവലപ്മെന്റൽ ഡിസോർഡർ ആണ്, ന്യൂറോ ഡൈവർജന്റ് ഡിസോർഡർ ആണ് ADHD. അവിടെ അറ്റൻഷൻ, ഇമ്പൾസ് ഇതിനൊക്കെയാണ് ഇത് ബാധിക്കുന്നത്. സ്വാഭാവികമായിട്ട് എക്സിക്യൂട്ടീവ് ഫംഗ്ഷൻ ബാധിക്കുന്നു. അതേസമയത്ത് മറ്റേതൊരു ന്യൂറോളജിക്കൽ കണ്ടീഷനാണ്. അവിടെ ഒരു സോഫ്റ്റ്വെയർ ഇഷ്യൂ ആണ്, അവിടെ ഹാർഡ്വെയർ ഇഷ്യൂ അല്ല, സെൻസറി പ്രോസസ്സിങ്ങിനെയാണ് ബാധിക്കുന്നത്. ADHD ഒരു ഹാർഡ്വെയർ ഇഷ്യൂ ആണ്. ഈവൻ ബ്രെയിൻ ഡെവലപ്മെന്റിനെ തന്നെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്. ബ്രെയിൻ ചില ഏരിയയിൽ ആവശ്യത്തിന് വളർന്നിട്ടുണ്ടാവില്ല. അതേസമയത്ത് ന്യൂറോളജിക്കൽ കണ്ടീഷൻ ആകുമ്പോൾ തന്നെ അവിടെ ഒരു സോഫ്റ്റ്വെയർ ഇഷ്യൂ ആണ് ഈ പറയുന്ന സെൻസറി പ്രോസസ്സിങ് ഡിസോർഡേഴ്സിൽ ഉണ്ടാവുക, ഒരു ഹാർഡ്വെയർ ഇഷ്യൂ അല്ല. ADHD രണ്ടും ഉണ്ട്. ദർ ക്യാൻ ബി സോഫ്റ്റ്വെയർ ഇഷ്യൂ ആൻഡ് ദർ ക്യാൻ ബി ഹാർഡ്വെയർ ഇഷ്യൂ. അതുപോലെ ബ്രെയിൻ അവിടെ അറ്റൻഷനെ റെഗുലേറ്റ് ചെയ്യുന്നതിൽ, അറ്റൻഷനെ കൃത്യമായി ആവശ്യമുള്ള സമയത്ത് കൊടുക്കുന്നതിന് പകരം തെറ്റായ സമയത്ത് തെറ്റായ രീതിയിൽ അല്ലെങ്കിൽ അത്ര എഫക്റ്റീവ് അല്ലാത്ത രീതിയിൽ ഹൈപ്പർ ഫോക്കസും അല്ലെങ്കിൽ വാണ്ട് ഓഫ് ഫോക്കസും ഉണ്ടാവും എന്നുള്ളത് ആണ്. ഡിസ്റെഗുലേഷൻ ഓഫ് അറ്റൻഷൻ ആണ് ADHDയുടെ വിഷയം. അതുപോലെ ചിന്തയുടെ ഡിസ്ട്രാക്ഷൻ അതുകൊണ്ട് ഉണ്ടാവുന്നു. നേരത്തെ പറഞ്ഞ നോവൽറ്റിയുടെ പല രീതിയിലുള്ള ഡോപ്പമൈൻ ചാലഞ്ചുകൾ കൊണ്ടാണ് നോവൽറ്റി സീക്ക് ചെയ്യുന്നത്. ഡോപ്പമൈനിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ആൾക്ക് സന്തോഷം കൊണ്ടിരിക്കണം, ആളുകൾക്ക് എക്സൈറ്റ്മെൻറ്റ് കിട്ടിക്കൊണ്ടേയിരിക്കണം. അപ്പം ADHDയിൽ എക്സൈറ്റ്മെൻറ്റ് പെട്ടെന്ന് കത്തിത്തീരും. കാരണം ഡോപ്പമൈൻ റിസപ്റ്റേഴ്സിൻ്റെ ഈ ഇതുണ്ടല്ലോ, നമ്മുടെ സൈനാപ്റ്റിക് ഇതിലുള്ള ഡോപ്പമൈൻ റിസപ്റ്റേഴ്സിൻ്റെ ഹൈ റാമിഫിക്കേഷൻ അല്ലെങ്കിൽ നമ്പർ, ഒരുപാട് ഡോപ്പമൈൻ റിസപ്റ്റേഴ്സ് ഉണ്ടാവും ADHD കേസിൽ. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഡോപ്പാമിൻ എക്സ്ചേഞ്ച് നടക്കും, അല്ലെങ്കിൽ ഡോപ്പാമിൻ മെറ്റബോളിസം നടന്നിട്ട് കൂടുതൽ ഡോപ്പാമിന് വേണ്ടി ആഗ്രഹിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ നോവൽറ്റിയും സ്റ്റിമുലേഷനും നിരന്തരമായി ആഗ്രഹിക്കുന്ന ആളുകളാണ് ADHD ആളുകൾ. പലപ്പോഴും പല അഡിക്ഷൻ്റെയും ഒരു പ്രശ്നം ഈ പറയുന്ന ADHD ട്രെയ്റ്റ് ആണ്. ADHDക്കാർ എന്തെങ്കിലും ഒരു ഇതിലേക്ക് പോയാൽ ദേ ടെൻ ടു ഗോ ഇൻ ടു ആൻ അഡിക്റ്റീവ് ഫേസ് വെരി ക്വിക്ക്ലി ആൻഡ് ഈസിലി. അതാണ് വേറൊരു പ്രത്യേകത. അതേസമയത്ത് SPD അല്ലെങ്കിൽ സെൻസറി പ്രോസസ്സിംഗ് ഡിസോർഡേഴ്സ് എന്ന് പറയുമ്പോൾ അത് സെൻസറി ഔട്ട്പുട്ടിനെ റെഗുലേറ്റ് ചെയ്യുന്നതിലാണ്. അവിടെ വിഷയം ഈ പറയുന്ന രീതിയിലുള്ള സ്റ്റിമുലേഷൻ്റെ ഇത് ഹൈപ്പർ സ്റ്റിമുലേഷൻ്റെത് അല്ലെങ്കിൽ ഓവർവെൽമിംഗ് സ്റ്റിമുലേഷൻ്റെതാണ്. അപ്പോൾ ഇതിലാണെങ്കിൽ ഡിസ്ട്രാക്ഷനും പിന്നെ ആണെങ്കിൽ ഇവിടെ വരുന്നത്, ഇവിടെ നമുക്ക് അജിറ്റേഷൻ, ഹൈപ്പർ ആക്ടിവിറ്റി കാണുകയാണെങ്കിൽ ഇവിടെ കാണുന്ന പലപ്പോഴും ഒരു രീതിയിലുള്ള മന്ദിപ്പാണ്. അതായത് സെൻസറി സ്റ്റിമുലേഷൻ്റെ കാര്യത്തിൽ അവർ നോവൽറ്റി സീക്കിങ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ പല രീതിയിലുള്ള ശബ്ദം ഒഴിവാക്കാനും പലതരം സെൻസറി സ്റ്റിമുലേ നമ്മൾ പറയുന്ന പോലെ ടച്ച്, ഈവൻ വസ്ത്രം ധരിക്കുന്നിടത്ത് അല്ലെങ്കിൽ ചില മണങ്ങൾ, രുചികൾ, ഇതിനോട് പലതിനോടും നോ പറയുന്ന ഹൈപ്പർ സെൻസിറ്റിവിറ്റി ടു ഓൾ സ്റ്റിമുലൈ. നമ്മൾ ഓപ്പിയത്തിലും ഇതിലൊക്കെ നമ്മൾ കാണുന്ന പല അതുപോലുള്ള എക്സ്മോസ്കാറ്റയിലൊക്കെയാണെന്ന് തോന്നുന്നു കാണുന്ന ഒരു ഇതാണ് ഹൈപ്പർ സെൻസിറ്റിവിറ്റി ടു ഓൾ സ്റ്റിമുലൈ. അതിന് സെൻസറി പ്രോസസ്സിംഗ് ഡിസോർഡേഴ്സിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു സംഭവം. പലപ്പോഴും ഇത് രണ്ടിലും കാണുന്ന സിംറ്റംസ്, ഓവർലാപ്പിംഗ് സിംറ്റംസ് ആണ് ഡിസ്ട്രാക്റ്റബിലിറ്റി, റെസ്റ്റ്ലെസ്നെസ്, ഡിഫിക്കൽട്ടി ഇൻ കോൺസെൻട്രേഷൻ, ഇമോഷണൽ ഡിസ്റെഗുലേഷൻ, പൂവർ പെർഫോമൻസ്. ഡിസ്ട്രാക്ഷൻ ഇൻ ADHD എന്താണ്? നോവൽറ്റി കാരണമാണ്, പുതിയ കാര്യങ്ങൾ. ഇവിടെ ഡിസ്ട്രാക്ഷൻ വരുന്നത് ഒന്ന് നമ്മൾക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റാത്തപ്പോൾ നമ്മൾ അത് മടക്കി വെച്ചിട്ട് അടുത്തതിലേക്ക് പോകും. കുറച്ച് ശബ്ദം കൂടുമ്പോൾ അത് വിട്ടിട്ട് അത് ഒഴിവാക്കാൻ വേണ്ടി പുതിയൊരു സാധനത്തിലേക്ക് പോകും. അല്ലെങ്കിൽ പുതിയൊരു ഒരു അവോയ്ഡൻസ് ഡിസ്ട്രാക്ഷൻ ആണ്, മറ്റേത് നോവൽറ്റി സീക്കിംഗ് ഡിസ്ട്രാക്ഷൻ ആണ്. ഇതാണ് വ്യത്യാസം. റെസ്റ്റ്ലെസ്നെസ് ക്യാൻ ബി ദർ ഇൻ ബോത്ത്. പ്രത്യേകിച്ച് ADHDയിൽ RLS പോലുള്ള റെസ്റ്റ്ലെസ് ലഗ് സിൻഡ്രോം പോലെ വളരെ ഉള്ള കാര്യങ്ങൾ തൈറോയിഡ് ഡിസീസിലും കാണാറുണ്ട്, RLSൽ കാണാറുണ്ട്. പ്രത്യേകിച്ച് രണ്ടിലും B വൈറ്റമിൻ ഉണ്ട്, B12, B1 പോലുള്ള തൈമിൻ അല്ലെങ്കിൽ സൈനോകോബാലാമിൻ പോലുള്ള വൈറ്റമിൻസിൻ്റെ ഡിസ്റെഗുലേഷൻ ഒരുപോലെ ADHDയെയും ബാധിച്ചേക്കാം, അതുപോലെ തന്നെ തൈറോയിഡിനെയും ബാധിച്ചേക്കാം. അതുപോലെ തന്നെ നമ്മുടെ ഈ പറഞ്ഞ സെൻസറി പ്രോസസ്സിംഗ് ഡിസ്റെഗുലേഷനെ ബാധിക്കുന്ന ഒരു പ്രധാന പ്രശ്നമാണ് B വൈറ്റമിൻ ഡെഫിഷ്യൻസീസ്. അതുപോലെ കോമൺ സിംപ്റ്റംസ് എന്ന് പറയുമ്പം കോൺസെൻട്രേഷനുള്ള ഡിഫറൻസ് ഇതുണ്ടാവും. ഈ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും കോൺസെൻട്രേഷനെ ബാധിക്കുന്നു. ഈ കോൺസെൻട്രേഷനെ ബാധിക്കുകയും റെസ്റ്റ്ലെസ്നെസ് ഉണ്ടാവുകയും ഡിസ്ട്രാക്ഷൻ വരുമ്പോഴും ഇമോഷണലി ഇറിറ്റബിലിറ്റി ഉണ്ടാവുന്നു. ഇമോഷണൽ ഇറിറ്റബിലിറ്റി വരുമ്പോൾ പലപ്പോഴും പെർഫോമൻസിനെ ബാധിക്കുന്നു,
അതുമായി ബന്ധപ്പെട്ട പല രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ടാകുന്നു. അപ്പോൾ ADHDയുടെയും ഇതിൻ്റെയും ഒരു പ്രധാനപ്പെട്ട വ്യത്യാസങ്ങൾ എന്ന് പറയുന്നത് ചൈൽഡ്ഹുഡിലാണ് ADHD, മറ്റേതിൽ ചൈൽഡ്ഹുഡിലായിരിക്കില്ല. ഡിസ്ട്രാക്ഷൻ രണ്ടിലും ഉണ്ട്, എന്നാൽ ADHDയിൽ വളരെ കൂടുതലായിരിക്കും. സെൻസിറ്റിവിറ്റി ADHDയിൽ കാണാമെങ്കിലും അങ്ങനെ ഒരു കൺസിസ്റ്റൻ്റ് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ SPD-യിലാണെങ്കിൽ, സെൻസറി പ്രോസസ്സിങ്ങിൻ്റെ പ്രശ്നത്തിലാണെങ്കിൽ, ഈ പറഞ്ഞ ഹൈപ്പർ സെൻസിറ്റിവിറ്റി ഈസ് വെരി പ്രിഡോമിനൻറ്റ്. ശബ്ദത്തോട്, ഈവൻ വസ്ത്രധാരണത്തിൽ പോലും അവർക്ക് വലിയ ചാലഞ്ചസ് ഉണ്ടാവുന്നതാണ്. ടച്ച് ഓഫ് ക്ലോത്ത്, ചില പ്രത്യേക ടൈപ്പിലുള്ള ക്ലോത്ത് ആണെങ്കിൽ വലിയ രീതിയിലുള്ള ചലഞ്ചസ് അവർക്ക് ഉണ്ടാവാം. പക്ഷെ ഇത്തരം കേസുകൾ ഇപ്പോൾ കൂടി വരുന്നുണ്ട് എന്നുള്ളതാണ് വേറൊരു കാര്യം. ഡ്യൂ ടു നമ്മുടെ ഈ പറയുന്ന ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസിയെ കാരണം ഇത് കൂടി വരുന്നു എന്നുള്ളതാണ്. പിന്നെ ബ്രൈറ്റ് ലൈറ്റിനായിട്ടുള്ള ഇത് പ്രശ്നം SPD-യിൽ വളരെ കോമൺ ആണ്. ക്ലോത്തിങ് ടെക്സ്ചറുമായി പ്രശ്നം SPD-യിൽ കോമൺ ആണ്. പിന്നെ ക്രൗഡുമായിട്ട് ബന്ധപ്പെട്ട ഡിസ്ട്രെസ് അല്ലെങ്കിൽ സൗണ്ട്, നോയ്സ്, എന്താ പറയുക, നമ്മുടെ ഒരു അഗ്രോഫോബിയ അല്ലെങ്കിൽ ഇതുണ്ടല്ലോ സോഷ്യൽ ഫോബിയ പോലുള്ള കാര്യങ്ങൾ, അതൊക്കെ പിന്നെ ഇതിൽ SPD-യിൽ വളരെ കൂടുതലായിരിക്കും. അതേസമയത്ത് ഒരു ADHD പേഴ്സൺ ആണ് ചിലപ്പോൾ സോഷ്യലി ഭയങ്കര ആക്റ്റീവായിരിക്കും. സോഷ്യൽ എക്സ്കർഷൻസും എക്സ്പ്ലോറേഷനും ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആളായിരിക്കും ചിലപ്പോൾ ADHD. അതുപോലെ ശബ്ദം കുറക്കാൻ വേണ്ടി ചെവിയിൽ ഇയർ പ്ലഗ് വെക്കുക, അങ്ങനെയൊക്കെ ഉണ്ടാവാം ഇതിൽ SPD-യിലാണെങ്കിൽ. ഹൈപ്പർ ഫോക്കസ് ADHD-യുടെ ഒരു വിഷയമാണ്, മറ്റേതിലല്ല. സെൻസറി മെൽറ്റ് ഡൗൺ പലപ്പോഴും ADHD-യിൽ ഉണ്ടാവാറില്ല, ബട്ട് ഇൻ SPD ഇറ്റ് ഈസ് വെരി മച്ച് ഇൻ കോമൺ. ഇതാണ് പ്രധാനപ്പെട്ട വ്യത്യാസങ്ങൾ. പിന്നെ ADHD പേഷ്യൻസ് പറയും, എൻ്റെ മനസ്സിങ്ങനെ ചാടിക്കൊണ്ടിരിക്കുന്നു, എനിക്ക് കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല, എനിക്ക് പെട്ടെന്ന് ബോറടിക്കുന്നു. ഇതൊക്കെ നമ്മൾ കുട്ടികളെ കാണാറുണ്ട്, വലിയ ആൾക്കും ഇത് പറഞ്ഞില്ലെങ്കിലും കാണാറുണ്ട്. ഇത് ADHD കേസുകൾ പലപ്പോഴും ക്ലിനിക്കിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇത്തരം കാര്യങ്ങൾ കേൾക്കാം അവരിൽ നിന്ന്. SPD-യുടെ കേസിൽ കൃത്യമായിട്ട് അവർ പറയും, മ്യൂസിക് ഒച്ചത്തിൽ എനിക്ക് കേൾക്കണ്ട, അല്ലെങ്കിൽ ആൾക്കൂട്ടത്തിൽ എനിക്ക് പോകാൻ പറ്റില്ല. ഷാർപ്പ് നോയ്സ് വലിയ പ്രശ്നം തന്നെയാണ്. പിന്നെ നമ്മുടെ അസാരം, യൂറോപ്യം പോലുള്ള പല മെഡിസിൻസ് നമുക്കതിനുണ്ട്. OPM പോലുള്ള മെഡിസിൻസ് ഉണ്ട്. അപ്പോൾ നോയ്സ് സെൻസിറ്റിവിറ്റി, ക്രൗഡഡ് പ്ലേസുമായിട്ടുള്ള സെൻസിറ്റിവിറ്റി, അതുപോലെ ശബ്ദങ്ങൾ, ഫാബ്രിക്, ക്ലോത്ത്, ഇതൊക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഡോക്ടറെ എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ടെങ്കിൽ യു ഹാവ് ടു സസ്പെക്ട് SPD. സെൻസറി പ്രോസസ്സിങ്ങിൽ പ്രശ്നമുണ്ട് എന്ന് മനസ്സിലാക്കണം, നമ്മൾ അതിനെ റൂൾ ഔട്ട് ചെയ്യണം. ADHD ഡയഗ്നോസിസ് നമ്മൾ നേരത്തെ മനസ്സിലാക്കിയതാണ്. SPD-യിൽ വരുമ്പോൾ ക്ലിനിക്കൽ അസസ്മെൻ്റ് തന്നെയാണ്, സെൻസറി അസസ്മെൻ്റ് ഉണ്ട്. പിന്നെ അതുപോലെ മെഡിക്കേഷൻസ് ഒന്നും പ്രത്യേകിച്ചൊന്നും അതിനില്ല. പിന്നെ സെൻസറി ഇൻറ്റഗ്രേഷൻ തെറാപ്പിയാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എന്താ പറയുക, ഫിസിയോതെറാപ്പി പോലെ അല്ലെങ്കിൽ അതുപോലെ ന്യൂറോ എന്താ പറയുക ക്ലിനിക്കൽ തെറാപ്പീസ് ഉണ്ടല്ലോ, ഇത് അത്ര കോമൺ അല്ലെങ്കിൽ ഇതൊക്കെ നമ്മുടെ നാട്ടിലും വളരെ കോമൺ ആയിട്ട് വരുന്നുണ്ട്. സോ സെൻസറി അക്കോമഡേഷൻ പ്രാക്ടീസസ് ആർ ദർ. അത് ഗ്രാജുവലി അതിൻ്റെ സെൻസിറ്റിവിറ്റി കൂട്ടിയിട്ട് ഡീസെൻസിറ്റൈസിങ് ആണ് ഇതിൻ്റെ ഒരു ടെക്നോളജി എന്ന് പറയുന്നത്. സെൻസറി അക്കോമഡേഷൻ തെറാപ്പി ഉണ്ട്. അത്തരം കാര്യങ്ങൾ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ടൊക്കെ, ചില പ്രത്യേക ഓൺലൈൻ മൊഡാലിറ്റീസ് ഉപയോഗിച്ചിട്ടൊക്കെ ഇത് ചെയ്യാനുള്ള ടൂൾസ് ഇപ്പോൾ അവൈലബിൾ ആണ്. അതാണ് പിന്നെ SPD-യുടെ മാനേജ്മെൻറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. നോയിസ് ക്യാൻസലേഷൻ ഹെഡ്ഫോൺ, അതുപോലെ സെൻസറി ലോഡ് കുറക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. നോയ്സി അറ്റ്മോസ്ഫിയറിൽ നിന്ന് ഒഴിവാക്കുക, അത്തരം ജോലികളിൽ നിന്ന് ഒഴിവാക്കുക, അത്തരം ജോലികൾ എടുക്കാതിരിക്കുക. അതുപോലെ സെൻസറി എൻവയൺമെൻറ്റിൽ, ഫ്രണ്ട്ലി എൻവയൺമെൻറ്റിൽ നിൽക്കുക. നമ്മൾ നോയ്സ് പൊല്യൂഷനുമായി ബന്ധപ്പെട്ട ഒരു പ്രോഗ്രാം നമ്മൾ നേരത്തെ ഈ പ്ലാറ്റ്ഫോമിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മൾ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഒക്യുപ്പേഷണൽ തെറാപ്പിയാണ് വേറൊരു കാര്യം. കാരണം ഈ SPD-യുടെ ഏറ്റവും വലിയ ചാലഞ്ച് വർക്ക് പ്ലേസിലാണ് ഇത് നമുക്ക് നേരെ നമ്മുടെ ലൈഫിനെ ബാധിക്കുന്ന, ജോലിയെ ബാധിക്കുന്ന രീതിയിൽ ഇത് വരുന്നത്. അതുപോലെ സെൽഫ് റെഗുലേഷൻ സ്ട്രാറ്റജീസ് നമുക്ക് സ്വയം തന്നെ ചെയ്യാവുന്നതാണ്. ഓവറോൾ ലൈഫ് സ്റ്റൈൽ മാനേജ്മെൻറ്റ്, ഫുഡ്, സ്ലീപ്പ്, ഇതൊക്കെ മാനേജ് ചെയ്യുമ്പോൾ SPD-യുടെ സിംറ്റംസ് പ്രസൻറ്റേഷനിലും ലൈഫിൻ്റെ ക്വാളിറ്റിയിലും വലിയ രീതിയിൽ വ്യത്യാസം കാണാറുണ്ട്. ക്ലിനിക്കലി പറയുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ പാച്ചുവും കോവാലും എപ്പോഴും ഒന്നിച്ചായിരിക്കും.
അതുപോലെ ADHDയും SPD പലപ്പോഴും ഒന്നിച്ച് വന്നേക്കാം. അതുപോലെ എന്താ പറയുക, ADHD ബ്രെയിൻ ഈസ് ലൈക്ക് എ റേഡിയോ. അതെപ്പോഴും ചാനൽസ് ഇങ്ങനെ മാറി 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 ചാനൽസിനെ സീക്ക് ചെയ്തുകൊണ്ടിരിക്കും, ചാനൽസിലേക്ക് ഇങ്ങനെ മാറി മാറി സഞ്ചരിച്ചുകൊണ്ടിരിക്കും. ആ സമയത്ത് SPD ബ്രെയിൻ എന്ന് പറയുമ്പോൾ അത് വോളിയം ബട്ടൺ തകരാറിലായ ഒരു ഇതുപോലെയാണ്. സ്പീക്കർ വിത്ത് വോളിയം ബട്ടൺ ഈസ് ടു ഹൈ, ഇങ്ങനെ നമ്മൾ തിരിച്ച് ഹൈയിൽ വെച്ചിരിക്കുന്ന ഒരു സംഭവം പോലെയാണ് ADHDയുടെ തലച്ചോറ്. എന്ത് കേട്ടാലും ഭയങ്കര സൗണ്ടാണ്. ഇനി നമ്മൾക്ക് നമ്മുടെ എന്താ പറയുക ക്ലിനിക്കൽ പ്രാക്ടീസിൽ എടുക്കേണ്ട പ്രധാനപ്പെട്ട അല്ലെങ്കിൽ നമ്മൾ ഈ വിഷയത്തെ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു ടേക്ക് ഹോം മെസ്സേജ് എന്ന് പറയുന്നത് ADHD ഒരു അറ്റൻഷൻ പ്രോബ്ലമാണ്. അതൊരു അല്ലെങ്കിൽ ഒരു സെൻസറി ഓവർലോഡ് പ്രോബ്ലമാണോ നമ്മൾ ഓരോ കേസ് നമ്മൾ ചിന്തിക്കണം. ADHD ആണോ, സെൻസറി ആണോ, ADHD ആണോ, തൈറോയിഡ് ആണോ, ADHD ആണോ അതോ സ്ലീപ്പ് ഡിസോർഡേഴ്സ് ആണോ? ഇത് നമ്മൾ പ്രധാനപ്പെട്ട ഓരോ കേസിലും ഈ സിംറ്റംസ് പാറ്റേണായിട്ട് വരുമ്പോഴൊക്കെ നമ്മൾ നിർബന്ധമായിട്ട് ആലോചിക്കണം. കാരണം എന്താ പറയുക, റെസ്റ്റ്ലെസ്നെസ് ഹൈപ്പർ ആക്ടിവിറ്റി എന്നൊക്കെ പറയണത് പലപ്പോഴും സെൻസറി ഇൻപുട്ടിൻ്റെ പ്രശ്നം കൊണ്ടുണ്ടാവാം. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സെൻസറി ഇൻപുട്ടുമായി ബന്ധപ്പെട്ട പ്രശ്നം വരുമ്പോൾ അയാൾ റെസ്റ്റ്ലെസ്നെസ് കാണിക്കാം, ഹൈപ്പർ ആക്ടിവിറ്റി കാണിക്കാം, അറ്റൻഷൻ ഡെഫിസിറ്റ് കാണിക്കാം. അതുപോലെ തന്നെ മറ്റു നേരത്തെ പറഞ്ഞ കണ്ടീഷൻസിലൊക്കെ ADHD മിമിക്കിംഗ് സിംറ്റംസ് വളരെ പ്രഡോമിനൻ്റ്ലി കാണിച്ചേക്കാം. സോ ഇതിന് ഡിഫറൻഷിയേറ്റ് ചെയ്യാനുള്ള ടൂൾസ് നമ്മൾ കൃത്യമായിട്ടും നമ്മുടെ ക്ലിനിക്കൽ പ്രാക്ടീസിൽ ഉപയോഗിക്കേണ്ടതാണ്. എനിക്ക് തോന്നുന്നു നമ്മൾ എൻ്റെ പ്രസൻറ്റേഷൻ ഇവിടെ അവസാനിക്കുകയാണ്. ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. കാരണം കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ക്വസ്റ്റ്യൻ ആൻസറിന് സമയം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ അല്പം ഷോർട്ടാക്കിയിട്ടാണ് ഈ പ്രസൻറ്റേഷൻ ചെയ്തിരിക്കുന്നത്. താങ്ക് യു സോ മച്ച്. ഓക്കെ ഡോക്ടറെ, ഒത്തിരി എന്തായാലും ഇത് കുറച്ചൊന്ന് മനസ്സിലാക്കാനും ഒക്കെ കുറച്ചൊരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. ഡോക്ടർ നന്നായി എന്തായാലും പറഞ്ഞു. നോട്ട്സ് ഒക്കെ നമ്മൾ ഇനിയും ക്ലാസ്സുകൾ കേട്ട് നമ്മൾ എഴുതിയെടുക്കേണ്ടി വരും. എന്തായാലും നല്ല ക്ലാസ്സാണ്. ADHD യെ കുറിച്ച് ഒരു ഡിഫറൻഷ്യൽ ഡയഗ്നോസിസ് ഒക്കെ ഇപ്പോഴാണ് നമ്മൾ കേൾക്കുന്നത്. നേരത്തെ അങ്ങനെ ADHD യെ കുറിച്ച് ഒരു ഡിഫറൻഷ്യൽ ഡയഗ്നോസിസിനെ കുറിച്ചൊരു ക്ലാസ് ഇതുവരെ ഉണ്ടായിട്ടുമില്ല, ഞാൻ കേട്ടിട്ടുമില്ല. അപ്പൊ എന്തായാലും അതെല്ലാം ഡോക്ടർ മനസ്സിലാക്കി തന്നു. അതിന്റെ അപരന്മാര് രണ്ടുമൂന്ന് പേര് വേറെ ഉണ്ടെന്ന് ഇന്നത്തെ ക്ലാസ് കൊണ്ട് മനസ്സിലായി. വളരെ സന്തോഷം. ഇനിയിപ്പം നമുക്ക് വേണമെങ്കിൽ ഈ ക്ലാസ് വീണ്ടും വീണ്ടും കേൾക്കുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനും സാധിക്കും. വളരെ സന്തോഷം. അപ്പൊ ഡോക്ടർ പറഞ്ഞത് കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു ഡിസ്കഷൻ ഉണ്ടായില്ല. അപ്പൊ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങളോ ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളോ പറയാൻ എല്ലാവരും ഒന്ന് ഹാൻഡ് റൈസ് ചെയ്താൽ അൺമ്യൂട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഇടാം. സമയം കഴിയും തോറും പിന്നെ നമുക്ക് തിരക്കാവും. ഓരോരുത്തരായിട്ട് ഹാൻഡ് റൈസ് ചെയ്ത് മുമ്പോട്ട് വരിക. ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ പോരട്ടെ. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ വരട്ടെ. തീർച്ചയായിട്ടും സംശയങ്ങളെ കാണൂ എന്നെനിക്ക് തോന്നുന്നു. എല്ലാരും ഒന്ന് പെട്ടെന്ന് ഹാൻഡ് റൈസ് ചെയ്ത് വന്നാൽ ചോദിക്കാം എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ. അല്ലെങ്കിൽ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും പറയാം. വൈദ്യര് ഡോക്ടറൊക്കെ ഉണ്ടല്ലോ. എന്ത് പറയുന്നു? ഷീല ഡോക്ടർ ഉണ്ട്. ആർക്ക് വേണമെങ്കിലും പറയാം. ഞാൻ സുപരിചിതമായ മുഖങ്ങളെ കുറിച്ച് പറയുന്നതേ ഉള്ളൂ. എല്ലാവർക്കും ഹാൻഡ് റൈസ് ചെയ്യാം, അഭിപ്രായങ്ങൾ പറയാം. വൈദ്യര് ഡോക്ടർ ഉണ്ടോ? വൈദ്യര ഡോക്ടർ കഴിഞ്ഞ പ്രാവശ്യം വളരെ വിലപ്പെട്ട ഇൻപുട്ട് ആയിരുന്നു. ഇനിയിപ്പോ ഇന്ന് വൈദ്യര് ഡോക്ടർ ഉണ്ടോ? അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാം കേട്ടാ. ഉണ്ടല്ലോ. ഉണ്ട് വൈദ്യര് ഡോക്ടർ ഉണ്ട്. അവരുന്നു ഡോക്ടറെ ക്ലാസ് വിലപ്പെട്ട ക്ലാസ്സിലായിരുന്നു. പക്ഷെ സൈന ഡോക്ടർ പറഞ്ഞ പോലെ ഇച്ചിരി മനസ്സിലാക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടായി. ഇച്ചിരി പ്രായം കഴിഞ്ഞവരായതുകൊണ്ട് ഈ പ്രത്യേകിച്ച് ഡോക്ടർ രണ്ടാമത് അവസരം ഇതിന്റെ ബന്ധപ്പെട്ട കുറച്ച് കാര്യമില്ലോ, അത് ഷോർട്ട് ഫോമിൽ പറഞ്ഞുകൊണ്ട് അത് മനസ്സിലാക്കി എടുക്കാൻ പ്രയാസമുണ്ട്. എന്തുവാണ് അത്
തിരിച്ചു വെച്ചപ്പം ഒന്ന് സ്ലീപ്പായിട്ട് ബന്ധപ്പെട്ടതായിരുന്നു, മറ്റേത് സെൻസറി. ആ അതെ അപ്പൊ ഡിഫറൻഷ്യേറ്റ് ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ല. അതെയോ, സെൻസറി പ്രോസസ്സിംഗ് ഡിസോർഡർ. അത് അതാണ്. ഒന്ന് തന്നെ ഞങ്ങളെ പ്രായമുള്ളവർക്കൊക്കെ 5-6 പ്രാവശ്യം കേട്ടാലേ നിൽക്കത്തുള്ളൂ. അതെ അതെ അതെ, അപ്പൊ ഞാനൊന്ന് ചുരുക്കിയിട്ട് പറയട്ടെ. അല്ല, അത് ക്ലാസ് യൂട്യൂബിൽ കേട്ട് മനസ്സിലാക്കിക്കോളാം. കേട്ടിട്ട് ഒന്നും കൂടി കേട്ടാൽ മനസ്സിലാവുന്നുള്ളൂ. അതെ അതെ അന്നത്തേക്ക് അഭിപ്രായം പറയാൻ പറ്റുള്ളൂ. വിലപ്പെട്ട കാര്യങ്ങളാണ്. ശൈലജ ഡോക്ടർ പറഞ്ഞാല് നമ്മളെ കേട്ടിട്ടില്ലാത്ത കാര്യങ്ങളാണ് ഡോക്ടർ പറഞ്ഞത്. വളരെ ഉപകാരമായിരുന്നു. ഓക്കെ. അതെ അതെ. ഡോക്ടറുടെ ക്ലിനിക്കൽ എക്സ്പീരിയൻസ് ഒന്ന് പറയാമോ ഈ മേഖലയില്? ഈ സദ്ഗമയ പ്രോജക്റ്റിലൊക്കെ വൈദ്യര് ഡോക്ടർ വർക്ക് ചെയ്തിട്ടുണ്ടല്ലോ അല്ലേ? ഉണ്ട്. പക്ഷെ അന്ന് നമുക്കറിയത്തില്ല എല്ലാം ADHD ആണെന്നല്ലേ നമ്മൾ വിചാരിച്ചിരിക്കുന്നത്. അതെ. അതിലിനി ഇതുവല്ലോ പെട്ടുപോയിട്ടുണ്ടോ എന്ന് ഇപ്പോഴാണ് നമ്മൾ ആലോചിക്കുന്നത്. സ്കൂൾ ഹെൽത്തിനൊക്കെ നമ്മൾ പോയിട്ടുണ്ട്. ഉണ്ട്. ഒരുപാട് കേട്ടപ്പോഴും തോന്നി പലപ്പോഴും അത്തരം കേസുകൾ ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടില്ല എന്ന് എനിക്ക് തോന്നി കേട്ടപ്പോൾ തന്നെ. ഇത്തിരി ശ്രദ്ധിക്കുന്നതല്ല ADHD പെടുത്തിയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ADHD തന്നെ അന്ന് പഠിച്ചു വന്നത്. ആ സമയത്താണ് ഈ സ്കൂൾ ഹെൽത്തൊക്കെ വന്ന് ഞാനിപ്പോ കൊല്ലത്ത് സ്കൂൾ ഹെൽത്തിനൊക്കെ ഒരു പ്രോജക്റ്റ് ഉണ്ടായിരുന്നു. നിങ്ങള് പേഴ്സണൽ ഡെവലപ്മെന്റ് വീക്കിലി ക്ലിനിക്കാണ്. ആ സമയത്താണ് ഈ ഓട്ടിസത്തെ പറ്റിയും ADHD പറ്റി നമ്മൾ ആദ്യമായിട്ട് അറിയുന്നത്. മറ്റേ പഠിച്ചപ്പോൾ പഠിച്ചുപോന്ന് അറിഞ്ഞൂടാ, ADHD ഒന്നും കേട്ടിട്ടില്ല, അല്ലെങ്കിൽ ഓട്ടിസം കേട്ടിട്ടില്ലായിരുന്നു. അപ്പോഴാണ് ഇതേപ്പറ്റി പറയാനും. അത് കഴിഞ്ഞിട്ട് DSM ഒക്കെ ബുക്ക് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. കൊല്ലം ആശുപത്രിയില് DSM ഒക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. DSM 5 വാങ്ങിച്ചു വെച്ചിരുന്നു. പക്ഷെ അത് പിന്നീട് ആരും ഉപയോഗിച്ചിട്ടില്ല. അത് അലമാരി വെച്ച് പൂട്ടി വെച്ചേക്കാണ്, അത് കൊടുക്കുന്നില്ല. ശരി, ഓക്കെ. കാരണം നമ്മൾ ADHD കുറിച്ച് കേട്ടപ്പോൾ നമ്മള് അഡൽട്ട് ADHD കുറിച്ച് നമ്മൾ കേട്ടിട്ടേ ഉണ്ടാവില്ല. പക്ഷെ അഡൽട്ടില് അത് നമ്മൾ പഠിച്ചിരിക്കുന്ന ADHD അഡൽട്ടിലാകുമ്പം അത് കോണ്ടാക്ട് ഡിസോർഡർ ആവുമെന്നാണ് മനസ്സിലാക്കിയത്. അതിന് കോണ്ടാക്ട് ഡിസോർഡർ എന്ന് പറയും എന്നാണ് നമ്മൾ അന്ന് മനസ്സിലാക്കിയത്. അഡൽട്ട് ADHD ആയിട്ട് തന്നെ തുടരുമെന്ന് ഇപ്പൊ ഡോക്ടർ പറയുമ്പോഴാണ് നമ്മൾ അറിയുന്നത്. അതെ, ഡിസ്ട്രാക്ഷനും ഹൈപ്പർ ആക്ടിവിറ്റി ഒക്കെ അഡൽട്ട്ഹുഡിലും അതുപോലെ തുടരുന്നു എന്നുള്ളതാണ്. അതിൽ സ്ലീപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ പലപ്പോഴും നമ്മൾക്ക് മിസ്സാവുന്ന ഒരു ഏരിയ. സ്ലീപ്പ് ആപ്നിയ, അതുപോലെ സ്ലീപ്പിന്റെ സിമ്പിൾ സ്നോറിങ് മുതൽ അല്ലെങ്കിൽ പ്രൈമറി സ്നോറിങ് മുതൽ ഇങ്ങനെ സ്ലീപ്പിന്റെ ഒരു സ്പെക്ട്രം ഓഫ് കണ്ടീഷൻസ് കുറേ ഉണ്ട്. അതിൽ പ്രധാനപ്പെട്ട 3 ഏരിയ ഇതാണ് നമ്മൾ ഇന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതില് പിന്നെ സ്ലീപ്പ് ആപ്നിയ നമ്മൾ പറയുന്ന ഇതുണ്ടല്ലോ, എന്താ പറയാ, ഏറ്റവും കോമൺ ആയിട്ടുള്ള വലിയ രീതിയിൽ നമ്മളെ ഇത് ബാധിക്കുന്ന ഒരു കണ്ടീഷൻ ഉണ്ട്, ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് ആപ്നിയ എന്നൊക്കെ പറയും, OSA. ഈ OSA മാനേജ് ചെയ്യാതെ പോകുന്നു എന്നുള്ളത്. പലപ്പോഴും കൂർക്കം വലിച്ചിട്ടും ഇതായിട്ടും ആളുകൾ ഇങ്ങനെ പ്രയാസപ്പെട്ട് ജീവിച്ചു പോകുന്നുള്ളൂ. അതിനെ മാനേജ് ചെയ്യുകയാണെങ്കിൽ അവരുടെ പല ഹാർട്ട് പേഷ്യൻസിന് നമുക്ക് നേരത്തെ ഇത് മനസ്സിലാക്കിയിട്ട് രക്ഷിക്കാൻ പറ്റുമായിരുന്നു. ഹാർട്ട് ഡിസീസസ്, ഡയബറ്റീസ് ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവുന്നത് ക്രോണിക് ഹൈപ്പോക്സിയ, നമ്മുടെ ആർസെനിക്കത്തിന്റെ ഒരു പാത്തോഫിസിയോളജി നമ്മൾ പറയാറില്ലേ, ഹൈപ്പോക്സിയ ആണല്ലോ. ഈ മൗണ്ടൈൻ സിക്നസ്, മൗണ്ടനിയേഴ്സിന്റെ ഒക്കെ മെഡിസിൻ ആണല്ലോ. അതുപോലെ കുറേ മെഡിസിൻസ് നമുക്കുണ്ട്, അതായത് ലോ ടെൻഷൻ ഓഫ് ഓക്സിജൻ. അപ്പം ഈ പറയുന്ന സ്ലീപ്പ് ഡിസോർഡേഴ്സിൻ്റെ ഒക്കെ ഏറ്റവും വലിയൊരു പ്രധാനപ്പെട്ട സംഭവം എന്ന് പറഞ്ഞാൽ സെറിബ്രൽ ഹൈപ്പോക്സിയാണ്. അപ്പോൾ അതിനൊക്കെ നമ്മുടെ മെഡിസിൻ എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളതിനെക്കുറിച്ചൊക്കെ ഒരു ഫോക്കസ്ഡ് ആയിട്ടുള്ള അന്വേഷണവും അതുമായി ബന്ധപ്പെട്ട ഒരു സ്റ്റഡിയൊക്കെ നടക്കുകയാണെങ്കിൽ വലിയ രീതിയിൽ അത് നമുക്ക് ഹോമിയോപ്പതിക്കും അതുപോലെ മെഡിക്കൽ സമൂഹത്തിനും ഉപകാരപ്പെടുന്നതാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ഡോക്ടർ ഇപ്പം തന്നെ ഓക്സിഡേഷന്റെ ആ പ്രശ്നത്തെ പറ്റി പറയുമ്പോ ഞാനിപ്പോ എന്റെ ക്ലാസ്മേറ്റ് ഒരാള് ഇപ്പം ഈ നമ്മുടെ ഹിമാലയത്തില് കൂടി പോയി ഈ ആ ഭാഗത്ത് പോയിക്കുവാണ്. അപ്പം ഞാനിപ്പോ കോണ്ടാക്ട് ചെയ്ത് ശ്വാസമുട്ട് തൊട്ടാന്നോ പറഞ്ഞു. ഞാൻ ഒപ്പമൊക്കെ വളരെ എഫക്റ്റീവ് ആണെന്ന് പറഞ്ഞു. അത് കൊണ്ടുപോയിരുന്നു. അത് കഴിച്ചിട്ട് വലിയ രക്ഷയില്ലെന്ന് പറഞ്ഞു.
അപ്പം അതെ ആൾട്ടർനേറ്റീവ് ആയിട്ട് അടുത്ത മരുന്നിനെ പറ്റി ചിന്തിക്കാൻ ഇതൊക്കെ ഉണ്ടെന്നോ ഇപ്പോഴും ഓർത്തത്. ആഹാ അപ്പൊ ഇത് ഓക്കെ ഓക്കെ സത്യത്തിൽ പറഞ്ഞാൽ ഞങ്ങളുടെ കാലത്തൊക്കെ ശ്രദ്ധിക്കാത്ത മേഖലയാണ്. അപ്പൊ ഞാൻ ഒന്നും ശ്രദ്ധിച്ചിട്ടില്ല. ഇപ്പോഴാണ് അതിന്റെ ആവശ്യകത തോന്നുന്നത്. യെസ് ഇപ്പൊ പുതിയ പിള്ളേരൊക്കെ കൂടുതൽ മനസ്സിലാക്കി കൂടുതൽ അടുത്തിൽ പോവുകയും ചെയ്യട്ടെ എന്ന് അതെ തീർച്ചയായിട്ടും അതെ പ്രതീക്ഷിക്കുന്നു. നമ്മുടെ പുതിയ പിള്ളേർ നമ്മുടെ ആ പ്രാക്ടീസിന്റെ അലകും പിടിയും മാറ്റാനുണ്ട്. കുറേ കാര്യങ്ങളിൽ നമ്മൾക്ക് അപ്ഡേറ്റ് ചെയ്യാനും അത് ഹോമിയോപ്പതിയിലേക്ക് അത് വരുമ്പോൾ ഹോമിയോപ്പതി കാരണം ഹോമിയോപ്പതിയെ ശരിവെക്കുന്ന അറിവുകളും അന്വേഷണങ്ങളും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ ഇൻഡിവിജ്വലൈസേഷൻ കുറച്ച് നേരത്തെ ഇംഗ്ലീഷ് സെഷനിൽ പറഞ്ഞതുപോലെ ഇൻഡിവിജ്വലൈസേഷൻ അതുപോലുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ഗട്ട് ഡിസ്ബിയോസിസ്. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് പല ക്ലാസ്സുകളിലും. നമ്മൾ ബവൽ നോസോട്സിനൊക്കെ കുറിച്ചൊക്കെ പറയാൻ തുടങ്ങിയിട്ട് 10-80-100 വർഷങ്ങളൊക്കെ ആയി, 100 വർഷത്തോളമായി. പിന്നെ ഈ ഗട്ട് മൈക്രോബയോമിനെ എങ്ങനെയാണ് മെഡിസിൻസും എങ്ങനെയാണ് മറ്റു കാര്യങ്ങളൊക്കെ ഇമ്പാക്ട് ചെയ്യുന്നത്. ഇപ്പോഴാണ് കഴിഞ്ഞൊരു 20-25 വർഷമായിട്ടാണ് മെയിൻ സ്ട്രീം മെയിൻ സ്ട്രീം മെഡിസിൻ അതിനെക്കുറിച്ച് ഗൗരവത്തിൽ ആലോചിക്കുന്നുള്ളതാണ്. കൺവെൻഷണൽ മെഡിസിൻസ്. അതെ. അപ്പം നന്ദി വൈദ്യ ഡോക്ടറെ. ഇനി ആർക്കും സംശയങ്ങളൊന്നും ഇല്ലല്ലോ അല്ലേ? നമ്മുടെ സമയമായിട്ടുണ്ട്. ആരും അഡ്രൈസ് ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് നമുക്ക് നന്ദി പറയുന്നതിന് എബ്രഹാം വൈദ്യൻ ഡോക്ടറെ തന്നെ ക്ഷണിക്കുകയാണ്. എബ്രഹാം വൈദ്യൻ ഡോക്ടർ. മ്യൂട്ടാണ്. മ്യൂട്ടായി പോയി അല്ലേ? ധനേഷ് ഡോക്ടർ അഡ്രൈസ് ചെയ്തിട്ടുണ്ടല്ലോ. ധനേഷ് ഡോക്ടർ. നജീബ് ഡോക്ടറെ അതിഗംഭീരമായിരുന്നു. കാരണം ഈ AHD കുറിച്ചൊക്കെ നമുക്കറിയാവുന്ന അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറം ഇങ്ങനെയുള്ള കുറെ തലങ്ങളുണ്ടെന്നുള്ളത് ബോധ്യപ്പെടുത്തിയത് വളരെ നല്ല കാര്യമാണ്. കാരണം ഹോമിയോപ്പതി മേഖലയിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്ന് ഡോക്ടർ കാണിച്ചു തന്നു. നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറമാണ് ഈ രോഗാവസ്ഥ, അല്ലെങ്കിൽ ആ രോഗാവസ്ഥ എന്തുകൊണ്ട് വരുന്നു എന്ന് നമ്മൾ തിരിച്ചറിയുന്നില്ല. അപ്പം ആ പാട്ടിൽ പറയുന്ന പാവമാം ബാലിനെ നമ്മൾ തിരിച്ചറിഞ്ഞില്ല എന്ന് പറയുന്ന പോലെ ആ ഒരു അവസ്ഥ ഒരു ഡോക്ടർക്ക് ഉണ്ടാകാൻ പാടില്ല. ആ ഒരു അവസ്ഥ നമുക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ പെട്ടുപോകും. അതാണ് യഥാർത്ഥത്തിൽ രോഗിയെ നമുക്ക് തിരിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നറിയണമെങ്കിൽ രോഗിയുടെ പ്രശ്നം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് നല്ല രീതിയിലാണ് ഡോക്ടർ ബോധ്യമാക്കി തന്നത്. എന്തുകൊണ്ടും ഇന്നത്തെ സെഷൻ അതിഗംഭീരമാക്കിയ നജീബ് ഡോക്ടർക്ക്, അതും വ്യത്യസ്തമായ വിഷയങ്ങളാണ്. ഡോക്ടറുടെയൊക്കെ വിഷയങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും ചിന്തിക്കാൻ പറ്റാത്ത വിഷയങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു സെഷൻ ഇവിടെ അവതരിപ്പിച്ച ഡോക്ടർക്ക് IFBHന്റെ പേരിലും എൻ്റെ പേരിലും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെ പേരിലും നന്ദി രേഖപ്പെടുത്തുകയാണ്. നന്ദി ധനേഷ് ഡോക്ടറെ. എന്തായാലും മുതിർന്നവരിലെ ADHD എൻ്റെ അന്വേഷണ പരീക്ഷണങ്ങൾ 2ാം ഭാഗം എന്ന വിഷയത്തിൽ ADHDയുടെ ഡിഫറൻഷ്യൽ ഡയഗ്നോസിസ് ഇത്രയേറെ നല്ല രീതിയിൽ അവതരിപ്പിച്ച നജീബ് അഹമ്മദ് ഡോക്ടർക്ക് ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു. ഇതുപോലെ പ്രത്യേക വിഷയങ്ങളുമായിട്ട് വീണ്ടും എത്തണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും, പ്രത്യേകിച്ച് എബ്രഹാം വൈദ്യൻ ഡോക്ടർക്ക് പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. അങ്ങനെ നമ്മുടെ 2108 പ്രതിദിന സൂം വെബിനാർ ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും ശുഭരാത്രി. ഷീല ഡോക്ടറാണ് ഇന്നത്തെ ഹോസ്റ്റ് ഇപ്പം ആയിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഡോക്ടറുടെ ലാപ്ടോപ്പിന്റെ സൈഡിൽ ഒരു എൻഡ് എന്നുള്ള ഒരു സെഷൻ കാണും. അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഡു യു വാണ്ട് ടു എൻഡ് എന്ന് ചോദിക്കും. അപ്പോൾ ഒന്നുകൂടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഇത് മീറ്റിംഗ് എൻഡ് ആയിക്കോളും. ഒന്ന് ചെയ്യാവോ? ഞാനാണോ ചെയ്യേണ്ടത്? അല്ല, ഷീല ഡോക്ടറാണ്. ഷീല ഡോക്ടർ.